തുടങ്ങിയാലോ? ക്ലാസ് നമുക്ക് ലാസ്റ്റ് ഏത് അധ്യായമാണ് എടുത്തത്? ഗീതയില് നോക്കട്ടെ ആര് പറയുന്നു. ഏത് അധ്യായമാണ് എടുത്തത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പറയൂ, വേഗം പറ. ഏത് അധ്യായമാണ് എടുത്തത് ലാസ്റ്റ് ക്ലാസ്സില്? ശരിയെന്ന് ജയന്തി മാതാജി. ഓക്കെ, ശരി. ഏത് അധ്യായമാണ് എടുത്തത്? ഓർമ്മയില്ല? മോശം മോശം, ജ്യോതി മാതാജി മറന്നുപോയി. മോശം മോശം മോശം. ചാപ്റ്റർ 2. ഓമനാമേ, അടിപ്പ വീഴും ഓമനാമയ്ക്ക്. ഞാൻ അങ്ങ് അമേരിക്കയിലോട്ട് വന്നിട്ട് തരും. അച്ഛൻ പറയൂ, ഏത് അധ്യായമാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്? അമ്മയും പറയൂ, സുഭാഷ് പ്രഭു പറയൂ, ദിവ്യ മാതാജി നമ്പർ തരാം. മറന്നുപോയി സൈന ചേച്ചി. യെസ്, സുശീല മാതാജി പറഞ്ഞു 3-ാമത്തെ അധ്യായമാണെന്ന്. ക്ലിയർ. 3-ാമത്തെ അധ്യായത്തിൽ എത്ര ശ്ലോകം നമ്മൾ എടുത്തു? എത്ര ശ്ലോകം എടുത്തു? ഗീത കിട്ടും. ആ, ഗീത മാതാജിയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രീതി മാതാജി എനിക്ക് മറന്നു, എനിക്കൊന്നും ഓർമ്മയില്ലെന്ന്. 3-ാം അധ്യായം ഞാൻ എടുത്തു. 30-ാമത്തെ ശ്ലോകം. പ്രസന്ന മാതാജി പൊളിച്ചല്ല. ഗ്രാൻഡ് സല്യൂട്ട് മാതാജി. ശരിയാണ്. നമ്മൾ ഭഗവത്ഗീത യഥാരൂപം, ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീത യഥാരൂപത്തിൽ 3-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ 30 ശ്ലോകങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് 31-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ലിയർ. യേമേ മതമിതം നിത്യമനുഷ്ഠന്തി മാനവ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തേ തേഭി കർഭമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം, അല്ലേ? എന്തോ ഒരു വലിയൊരു 2 അക്ഷരം എന്താ പറയുക സംസ്കൃതത്തിൽ വെച്ചിട്ട് നമുക്ക് എൻ്റെ ABCD അറിയില്ല. നമുക്ക് 2 കൂട്ടർക്കും ഒരുപോലെ ഇരുന്ന് പഠിക്കാം. ക്ലിയർ? യെസ് അച്ഛാ, കറക്റ്റ്. 3-ാം അധ്യായം കർമ്മയോഗം. ഏ മേ മതമിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ മാനവ. മാനവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യനെയാണ് മാനവ എന്ന് വിളിക്കുന്നത്. ഓക്കെ. മർത്യൻ, മാനവൻ, മനുഷ്യൻ, ഇതൊക്കെ ഒരേ വേർഡിങ്സ് ആണ്. മേ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ. ഇതം മതം, ഈ നിർദ്ദേശത്തെ, അതായത് ഒരു മനുഷ്യ, ഭഗവാൻ പറയാണ്, ഏത് ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും, അതായത് ഭഗവാന്റെ ആജ്ഞ പ്രകാരം സ്വന്തം കർമ്മങ്ങൾ, അതായത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയും, അസൂയ കൂടാതെ ആരൊരാളൊരു കാര്യം ചെയ്താൽ അവർക്ക് കുറേയുണ്ട്, ഇവർക്ക് കുറേയുണ്ട്, അതുകൊണ്ട് അവരോടൊരു അസൂയ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടം. നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ക്ലിയർ? നമുക്ക് ആരോടും അസൂയ പാടില്ല. എൻ്റെ മഞ്ജരീസ് കുടുംബത്തിന് ആരോടും അസൂയ ഇല്ലെന്ന് എനിക്കറിയാം. നമുക്ക് എല്ലാവരും തുല്യരാണ്. നമ്മുടെ ശത്രുക്കളായാലും ശരി, മിത്രങ്ങളായാലും ശരി. അപ്പം നമ്മൾ ഭഗവാന്റെ ആജ്ഞ പ്രകാരം ആരോടും അസൂയയില്ലാതെ നമ്മൾ എന്താ പറയാ, വിശ്വാസത്തോടുകൂടി, നല്ല അടിയുറച്ച വിശ്വാസം നമുക്ക് ഭഗവാനോട് വേണം, അല്ലേ? അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പം അടിയുറച്ച ആ ഒരു വിശ്വാസത്തോടെ ഭഗവാന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. മനസ്സിലായില്ലേ? അസൂയ കൂടാതെ നല്ല വിശ്വാസത്തോടുകൂടി ഭഗവാനുമായിട്ട് നമ്മൾ അടുത്ത് ഭഗവാൻ പറയുന്ന കർമ്മങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഓരോരോ കർമ്മങ്ങൾ ചെയ്യാനുണ്ടല്ലേ. നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് അങ്ങ് ജീവിച്ച് നമ്മൾ ഒന്നും ചെയ്യാതെ പോവാന്ന് പറയുന്നത് അത് ശരിയല്ല. എന്തൊക്കെയോ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു കർമ്മങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കി, ഭഗവാനെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടാവും? നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കർമ്മഫല ദുരിതങ്ങളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്തോ. ഷെയറിങ് വളരെ കുറവാണേ. അപ്പം എന്താ പറയാ, കുഴപ്പമില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ജന്മത്തിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ, വാക്ക്, നാക്ക്, പ്രവൃത്തി, നമ്മൾ സാധാരണക്കാരല്ലേ നമ്മളെല്ലാവരും. നമ്മളെ ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെടാൻ, ചിലപ്പം ചിരിക്കാം, ചിലപ്പം വെറുത്തു പോകാം, പല വികാരങ്ങൾ നമ്മളിലൂടെ കടന്നു പോകും. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അതൊക്കെ ഭക്തിയുടെ പാരമ്യമായ അവസ്ഥയാണ്. നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊട്ടൊന്നും നമ്മളെ മനസ്സ് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള അസൂയയും ഇല്ലാതെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഭഗവാനെ വിശ്വാസത്തോടെ, ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ എന്തുണ്ടാവും? ഈ ജന്മം എടുത്തിരിക്കുന്നത് കർമ്മഫലങ്ങൾ അനുഭവിക്കാനാണ്. അത് ഈ ജന്മത്തെ നമുക്ക് അനുഭവിക്കുന്നതിന്റെ കാഠിന്യം നമുക്ക് കുറഞ്ഞു കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഭഗവാന് കുറേ കാര്യങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ മുൻപേ അദ്ദേഹം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്കൊരു ഗീത തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ആ ഗീത വായിക്കുക, ഗീതാ ക്ലാസ് എടുക്കുമ്പോൾ കേൾക്കുക, അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ദേഷ്യവും വെറുപ്പും വാശിയും അസൂയൊക്കെ ആരോടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ചേർന്നതല്ല എന്ന ഭാവത്തിൽ നമ്മൾ അതിനെ പുറത്തിടുക.
നെഗറ്റീവായിരിക്കുന്ന എല്ലാ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും മറ്റൊരാൾ നമ്മൾ കാരണം വേദനിക്കുന്ന അവസ്ഥ വരാതിരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ അങ്ങനെ ഒരാൾ കരയേണ്ട അവസ്ഥ വരുത്താതിരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് ഭഗവാനുമായിട്ട് നല്ലൊരു ആത്മബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ ഉണ്ടാവുക? നമ്മുടെ ഈ ജന്മത്തിലെ നമ്മുടെ കുറേ ദുരിതങ്ങൾ നമുക്ക് മാറിക്കിട്ടും, കുറേ പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും. ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളില്ലാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഒരു ട്രെയിൻ വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കും അല്ലെ. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം ആ പ്രശ്നങ്ങളെ. അതിനുവേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി വഴിയാണ് ഭഗവാന്റെ ആജ്ഞ. ഭഗവാൻ നമ്മളോട് എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് ആ ആജ്ഞക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഓക്കെ, അതാണ് 31ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ അതിന്റെ ഭാവാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക ജ്ഞാനത്തിന്റെ എല്ലാം സാരസത്തയാണ് ഭഗവാൻ കൃഷ്ണന്റെ കൽപ്പന. നമ്മൾ എത്ര വേദങ്ങൾ പഠിച്ചാലും എത്ര വേദങ്ങൾ അനുസരിച്ചാലും ഏതെന്തെല്ലാം നിമിത്തം നോക്കി നമ്മൾ ജീവിച്ചാലും ശരി, നമ്മൾക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? വൈദിക വിജ്ഞാനത്തിന്റെ എല്ലാം സാരസത്തയാണ്. അതായത് എന്തൊക്കെ വിജ്ഞാനങ്ങൾ, എന്തൊക്കെ അറിവുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ എന്താ പറയുക ഇതുണ്ടാവില്ലേ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റൂൾസിന് എന്താ പറയുക, നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നോ, എല്ലാത്തിൻ്റെയും മുകളിലാണ് ഭഗവാന്റെ വാക്ക്. ഭഗവാൻ കൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കാണ്. ആ വാക്ക് തെറ്റിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഭഗവാൻ നമുക്ക് ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ജീവിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും എന്താ പറയുക ഇവിടം വരെ വരും, ഇങ്ങോട്ട് അടുക്കില്ല. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും പ്രശ്നങ്ങൾ, പക്ഷെ നമ്മളിലേക്ക് വരൂല. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെ നന്നായിട്ട് മുറുകെ പിടിക്കുക. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഒരു റൊട്ടീൻ ലൈഫ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കഴിക്കുന്നുണ്ടോ? ഭഗവാനും വെച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആരാണോ അവരെ നോക്കുന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മടങ്ങ് നമ്മൾ ഭഗവാനെ നോക്കണം. കാരണം എന്താ അറിയോ? ഈ ഭൂമിയിൽ ഒരു പരിധി കഴിഞ്ഞാൽ ആരോടും ക്ഷമിക്കില്ല. അച്ഛനും അമ്മയും ക്ഷമിക്കില്ല, ഭർത്താവ് ക്ഷമിക്കില്ല, ഭാര്യ ക്ഷമിക്കില്ല, മക്കൾ ക്ഷമിക്കില്ല, സുഹൃത്തുക്കൾ ക്ഷമിക്കില്ല. ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുകയാണെങ്കിൽ ഭഗവാൻ എന്തെല്ലാം നമ്മൾ ചെയ്താലും അദ്ദേഹം അത് ക്ഷമിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തെല്ലാം ചെയ്താലും ക്ഷമിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ചെയ്തു കൂട്ടിയതിന്റെ കർമ്മഫലം അനുഭവിക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഭഗവാനെ എന്ന് വിളിച്ചാൽ ഭഗവാൻ അതും തീർത്തു തരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയത്തോടു കൂടി നമ്മൾ ചേർത്ത് വെക്കണം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കൂ, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യൂ, ഇഷ്ടമുള്ള ജോലി നിങ്ങൾ ചെയ്യൂ, ഒരു എതിർപ്പുമില്ല. പക്ഷേ യഥോ ധർമ്മ തഥോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ജയമുള്ളത്. അതുകൊണ്ട് തന്നെ അധർമ്മമായിരിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. ഇപ്പൊ മറ്റുള്ളവരെ കണ്ണിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റായി തോന്നാം, അധർമ്മമായി തോന്നാം. പക്ഷെ അതിലെ ശരികൾ നമ്മൾക്ക് മാത്രമേ അറിയൂ അല്ലെ. അതിൽ എന്ത് ശരികളാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മാത്രമേ അറിയൂ. അതുപോലെ ഈശ്വരനും അറിയാം. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന നേരം മറ്റുള്ളവർ പറയാം അത് ചെയ്യണ്ട, അത് തെറ്റാണെന്ന് പറയും. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നത് ഒരു ധർമ്മം അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് 10 പേരുടെ കണ്ണിൽ 10 രീതിയിലായിരിക്കും. പക്ഷെ നമ്മൾ ഭഗവാന്റെ കണ്ണിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന് നിരക്കാത്ത ഒരു കാര്യങ്ങളും ചെയ്യരുത്. 10 പേരെ കണ്ണിൽ ചിലപ്പോൾ അത് ഭഗവാന് നിരക്കാത്തതായിരിക്കാം, പക്ഷേ നമ്മളിൽ ഒരു ശരിയുണ്ട് അല്ലെ. ആ ശരിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അങ്ങനെ പോണ സമയത്ത് നമുക്ക് ഭഗവാനുമായിട്ട് നല്ലൊരു ആത്മബന്ധം വരും. ഒരു ദിവസം കിടന്നുറങ്ങുന്നതിനേക്കാൾ മുൻപേ ഡയറി എഴുതുന്ന ഒരു ശീലം പഴയ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ശീലമൊന്നും കാണുന്നില്ല. ഉറങ്ങാൻ പോകുന്നതിനേക്കാൾ മുമ്പേ മൊബൈലും കൊണ്ടുപോയി കിടന്ന് റീൽസ് കാണുന്ന ജോലിയാണ് നമ്മുടെ എല്ലാവരുടെയും, ഈ പറയുന്ന ഞാൻ അടക്കം. അപ്പം അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യണം? നേരെ ഭഗവാന്റെ മുന്നിൽ വരിക. ഭഗവാനോട് പറയാം, ഭഗവാനെ ഞാൻ കിടക്കാൻ പോവാണ്, ഗുഡ് നൈറ്റ് എന്ന് പറയാം ഭഗവാനോട്. എന്നിട്ട് നമ്മൾ പറയണം, കൃഷ്ണ ഇന്ന കാര്യങ്ങൾ നടന്നു, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം അല്ലെ. അപ്പം ശരി അമ്മ കിടന്നോളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അത് നിങ്ങൾ ആർത്ത് വിളിച്ചു പോകണം എന്നൊന്നും പറയില്ല. കണ്ണുകൾ അടച്ച് ഭഗവാന്റെ മുമ്പിൽ നിന്നിട്ട് മനസ്സുകൊണ്ട് ഭഗവാന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാം. കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാനെ വെച്ച് ഭഗവാൻ എല്ലാം ചെയ്തു. ഭഗവാനെ ഞാൻ ഇന്ന സമയത്ത് ഇവിടെ എത്തി, കൃഷ്ണ ഈ യാത്രകളിലൊന്നും എനിക്ക് ഒരു ആപത്തോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായില്ല, എല്ലാം അങ്ങയുടെ കാരുണ്യം. മഞ്ജരീസിന്റെ ആ ഒരു 3ാം വാർഷികമൊക്കെ വളരെ നന്നായിട്ട് എന്താ പറയുക, വളരെ മനോഹരമായിട്ട് കഴിയാൻ കിച്ചൂട്ടനോടൊപ്പം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. അത് ഭഗവാന്റെ ഭൂമിയിൽ വെച്ച് തന്നെ ചെയ്യാൻ സാധിച്ചു. ക്ഷേത്ര ദർശനമൊക്കെ മനോഹരമായിരുന്നു. എല്ലാം കൊണ്ടും സന്തോഷം മാത്രമേ ഉള്ളൂ കൃഷ്ണ എന്ന് പറഞ്ഞ് നമ്മളെല്ലാം അദ്ദേഹത്തോട് അപ്ഡേറ്റ് ചെയ്യണം. അല്ലാതെ ഞാൻ ആ ലൈവിൽ പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മൾക്കൊരു സങ്കടം വരുമ്പം DP ചേഞ്ച് ചെയ്തിട്ട് ആളുകളെ നമ്മളിലേക്ക് ആകർഷിപ്പിച്ച് അനാവശ്യമായിരിക്കുന്ന ബന്ധങ്ങൾ തേടിപ്പോകാനുള്ള ഒരു സാഹചര്യം ഒന്നും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഉണ്ടാക്കരുത്.
നമ്മൾ ഭഗവാനെ അനുസരിക്കാം. നമ്മൾ ഭഗവാനെ അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഈ ഒരു ഗീതയിലുണ്ട് അല്ലേ. അപ്പം ഗീതയിലുള്ളത് കൊണ്ട് എന്താ പറയുക, ആ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചു പോകണം. ക്ലിയർ? പിന്നെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശാശ്വതവും സത്യവുമാണ്. എവിടെയുള്ളത്? ഭഗവാന്റെ വാക്കുകൾ. ഭഗവാന്റെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാശ്വതമാണ്, അത് സത്യമാണ്. ചില വ്യക്തികൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അവരെ വാക്കും പഴയ ചാക്കും കണക്കാണെന്ന്, അല്ലെ? നമുക്ക് ആർക്കും നമുക്ക് എല്ലാവർക്കും പാലിക്കാൻ പറ്റില്ലേ? എനിക്കും പറ്റാറില്ല. ചില സമയത്ത് ഓക്കെ മാതാജി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റാറില്ല. നമ്മൾ പറയുന്ന വാക്കുകൾ കംപ്ലീറ്റ് നമുക്ക് പാലിക്കാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞതല്ല വാക്കാ, ഒരു മാറ്റവും. അദ്ദേഹം നമ്മളോടൊരു വാക്ക് ഗീതയിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പക്കയാണ്, ഒരു സംശയവും വേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാൻ നമ്മൾക്കായി നൽകിയിരിക്കുന്ന ഗീതയെ അത് ഹൃദയത്തോടു കൂടി ചേർത്ത് പിടിക്കുക. എന്ത് സങ്കടം വരുമ്പോഴും ആ ഗീത ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. എപ്പോഴും ആ ഗീത, ഇനി ചെറിയ ഗീതയാണ് വേണ്ടെങ്കിൽ അതും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം ആ ഒരു പോക്കറ്റ് ഗീത അത് നമുക്ക് ആവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പം ഭഗവാന്റെ ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഈ ഒരു സത്യം നമ്മൾ എവിടെ വെച്ച് എപ്പോൾ നമ്മൾ വിഷമം വന്നാലും ഒരു പ്രതിസന്ധിയിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വന്നാലും ഉടനെ തുറന്നേക്കണം. ഭഗവാൻ എന്താണോ നമ്മളോട് പറയാനുള്ളത് ആ പറയാനുള്ള കാര്യം അതിന്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജീവിച്ച് മുന്നോട്ട് പോവാം. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇത് കലിയുഗമാണ്, ഇത് ഒരു 2024 ഒരു കാലഘട്ടമാണ്. നമ്മൾക്ക് എല്ലാം അങ്ങ് ഒഴിവാക്കി ഉപേക്ഷിച്ച് നമ്മുടെ ചിന്തയും വാക്കും മനസ്സും പ്രവൃത്തിയും എല്ലാം ഒരേ റൂട്ടിൽ കൊണ്ടുവന്നിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഓർത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജോസേട്ട ക്ലാസ്സിലാണ് തിരിച്ചു വിളിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം നമ്മൾ പുലർത്തണം. എല്ലാവർക്കും കുറവുകളുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് അല്ലേ. ആ കുറവുകളൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മൾ ഒരിക്കലും എന്താ പറയാ, ഒരു അപരനെ പോലെ ആവേണ്ട കാര്യമൊന്നുമില്ല. ഭക്തി ഉണ്ടെങ്കിൽ ഭക്തിയുണ്ട്, ഭക്തി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നരസിംഹ സ്തോത്രമുണ്ട്. ഭക്തി ഇല്ലെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യാം. ഒരിക്കലും ഭക്തി നമുക്ക് പ്രഹസനമായി തീരരുത്. 10 പേരെ കാണിച്ചുകൊണ്ട് ഞാനിപ്പം ഈ ഗുരുവായൂരിൽ വരുന്ന സമയത്ത് ഞാൻ കണ്ടിമാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഊരി വെച്ചിട്ടാണ് അവിടെ വന്നത്. കാരണം മറ്റൊന്നല്ല, ചിലപ്പം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ശ്രീയന്ത്രമാണ്, ചിലപ്പോൾ അത് എവിടെയെങ്കിലും ട്രെയിനിലൊക്കെ എനിക്ക് അത്ര സേഫ്റ്റി ആയി തോന്നിയില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് ഭഗവാനെ ഇഷ്ടമല്ല എന്നല്ല. മനസ്സിലായില്ലേ? എനിക്കിഷ്ടം ജീൻസും ടോപ്സും ഇടാനാണെങ്കിൽ ഞാൻ അത് ഇട്ടുകൊണ്ട് നടക്കും. അങ്ങനെ നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിച്ചു പോവാം. ഭഗവാന്റെ ഭക്തരാണെന്ന് കരുതിയിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ലൈനിലൂടെ മാത്രം ജീവിക്കാന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കുടുംബസ്ഥരാണ്, നമുക്കത് നടക്കില്ല. ഒരുപാട് പ്രയാസങ്ങൾ വരും. അപ്പൊ അതെല്ലാം ഉൾക്കൊണ്ട് മനസ്സിലാക്കി മൂന്നാമതൊരാൾക്കൊരു പ്രയാസമില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനായിട്ട് ഭഗവാൻ ഗീത നമുക്ക് ഉപദേശിച്ചിട്ടുണ്ട്. ആ ഗീത നമ്മൾ കേൾക്കുക, മനസ്സിലാക്കുക. ക്ലിയർ? അതുപോലെ കൃഷ്ണാവബോധം എന്ന സത്യവും ശാശ്വതമത്രേ. മനസ്സിലായില്ലേ? കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ശാശ്വതമായൊരു സത്യമാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സത്യമാണ്. ആ കൃഷ്ണാവബോധമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഭഗവാന്റെ ഈ ആജ്ഞകൾ അസൂയാലേശമന്യേ വിശ്വാസപൂർവ്വം സ്വീകരിക്കണം. ഒരു തരത്തിലുള്ള അസൂയ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഭഗവാന്റെ കാര്യത്തിലും ഉണ്ടാവാൻ പാടില്ല, മറ്റുള്ളവരുടെ കാര്യത്തിലും ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ നമ്മളെക്കാൾ സൗന്ദര്യമുള്ള ആൾക്കാരുണ്ടാവും, നമ്മളെക്കാൾ നന്നായി ക്ലാസ് എടുക്കുന്നവരുണ്ടാവും, നമ്മളെക്കാൾ നന്നായി ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടാവാം, നമ്മളെക്കാൾ നല്ല ഡ്രസ്സ്, വസ്ത്രം, വീട് ഇതൊക്കെ ഉള്ളവരുണ്ടാവാം. ഓക്കെ, അവർക്ക് അതുണ്ട്, നമ്മൾക്കും അതുണ്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും അയാൾ വലിയ സംഭവമാണ്, അല്ലെ ഇയാൾ വലിയ സംഭവമാണ്, അങ്ങനത്തെ ചിന്തകളൊന്നും നമുക്ക് വേണ്ട. എല്ലാവരും നമുക്ക് തുല്യരാണ്. മഞ്ജരീസിന്റെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഗെറ്റ് ടുഗദറിൽ വന്നപ്പം ഞാൻ ഇന്നലെ മെയിൽ ചെക്ക് ചെയ്തപ്പം അതിൽ ദേവദാസ് പ്രഭു ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നു. മഞ്ജരീസിൽ ആദ്യമായി വന്നപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു അപരിചിതത്വം അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുപോലെയായിരുന്നു. കളിയും ചിരിയും തമാശയും വർത്താനവും ഒരുമിച്ച് ഭക്ഷണം കഴിക്കലും ഡാൻസ് കളിക്കലും പാട്ടുപാടലും എല്ലാം ഒരുപോലെയായിരുന്നു, ഒരേ മനസ്സോടെയായിരുന്നു. അപ്പൊ ആ ഒരേ മനസ്സോടെയുള്ള ഒത്തൊരുമ തന്നെയാണ് നമുക്ക് എന്നും വിജയം തരുന്നത്. 4 പേര് 4 സൈഡിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും വിജയം കിട്ടത്തില്ല. നമ്മൾ 4 പേരും ഒറ്റ കോണിൽ നിൽക്കാൻ പഠിക്കണം. മനസ്സിലായില്ലേ? എന്തുണ്ടോ അതുപോലെ ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തോറ്റു പോവില്ല. നിങ്ങളുടെ വീടുകളിലാണെങ്കിലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. 5 മക്കളുണ്ടെങ്കിൽ 5 വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. ആ 5 സ്വഭാവത്തോട് നമ്മൾ എന്ത് ചെയ്യുക, പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. അല്ലാതെ മൂത്തവനെ കാണിച്ച് ഇളയവനെ കുറ്റം പറയുക, ഇളവനെ കാണിച്ച് മൂത്തവനെ കുറ്റം പറയുക, ഇങ്ങനെയുള്ള കഥകളൊന്നും വേണ്ട നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ആകെ അനുസരിക്കേണ്ടത് ഭഗവാനെയാണ്. ആ ഭഗവാനെ നമ്മൾ അനുസരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം ഭഗവാൻ പറഞ്ഞിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ ശാശ്വതമായ വാക്കാണ്. അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ജീവിത രീതിയിലേക്ക് ഭഗവാൻ നമ്മളെ നയിക്കൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഭഗവാന്റെ ആജ്ഞ, ആ ശാശ്വതമായിരിക്കുന്ന കൃഷ്ണാവബോധത്തെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി അനുസരിക്കണം. കൃഷ്ണനിൽ വിശ്വാസമില്ലാതെ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതുന്ന തത്വജ്ഞാനികൾ പലരുമുണ്ട്. മനസ്സിലായില്ലേ? ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതുക, അതായത് ഭഗവത്ഗീത എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ചില ആൾക്കാർക്കൊന്നും കൃഷ്ണനോട് താല്പര്യമില്ല.
പക്ഷെ അവർ ഗീത എഴുതുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പേരെടുക്കാൻ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല, പേരെടുക്കാൻ വേണ്ടി. എഴുത്തുകൾ അങ്ങ് ഞാൻ എഴുതിയതാണ്, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് എന്നും പറഞ്ഞിട്ട് ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ട്, ജയന്തി മാതാജി, പേരെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അങ്ങനെ ഒരു പേരും പ്രശസ്തി ആവശ്യമില്ല. നമ്മൾ ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുന്നവരാണ്. വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. എല്ലാവരെയും ഞാനും കേൾക്കുന്നു, എല്ലാവരും എന്നെയും കേൾക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിന്റെ ഐക്യം എന്ന് പറയുന്നത്. അവിടെ ഒരു തേർഡ് പേഴ്സണെ കുറിച്ച് പറയാനുള്ള സാഹചര്യം നമ്മൾ വെക്കേണ്ട. നമുക്ക് അതിന്റെ ആവശ്യമില്ല. എല്ലാ സങ്കടങ്ങളെയും സന്തോഷമാക്കിയിട്ട് ഭഗവാനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിലൊരു സുഖം വേറെ തന്നെയാണ്. ക്ലിയർ? കർമ്മങ്ങളുടെ കുരുക്കിൽ നിന്ന് അവർ ഒരിക്കലും മോചനമില്ല. അതായത് ഭഗവാനെ വിശ്വസിക്കാതെ ഗീത എഴുതുന്നുണ്ട്, പക്ഷെ ഭഗവാനെ വിശ്വസിക്കുന്നില്ല. അവർക്കൊന്നും സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവില്ല. അവർക്കൊരിക്കലും കർമ്മത്തിൽ നിന്ന് മോചിക്കപ്പെടാനും സാധിക്കില്ല. അവരിങ്ങനെ ഭഗവാനെ അറിയാതെ ആരൊക്കെ ജീവിക്കുന്നോ അവരൊക്കെ വീണ്ടും കുഴിയിൽ നിന്ന് കുഴിയിലേക്കാണ് പോകുന്നത്. നമുക്കങ്ങനെ കുഴിയിൽ കിടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഭഗവാനെ അറിയാം, ഭഗവാനെ അനുസരിക്കാം. എന്നാൽ സനാതനമായിരിക്കുന്ന ഭഗവത് കൽപ്പനകളിൽ ഉറച്ച വിശ്വാസം ഉറപ്പിച്ച ഒരു സാധാരണ മനുഷ്യന് ആ കൽപ്പനകൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും കാർമ്മിക നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാവാം. അതായത് ഒരാൾക്ക് ഗീത എഴുതാൻ പറ്റുന്നില്ല, എഴുത്തും വായനയൊന്നുമില്ല, പക്ഷെ അയാൾക്ക് ഭയങ്കര വിശ്വാസമാണ് ആരെ? ഭഗവാന്. ഇപ്പം ഭഗവാന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ കൂടിയും അവർക്ക് ഭഗവാന് ഭയങ്കര വിശ്വാസമാണെന്ന് കരുതാം. ആ വ്യക്തിയും എന്താവും? കർമ്മഫലങ്ങളുടെ ദുരിതത്തിൽ നിന്ന് മുക്തനായി കിട്ടും. കാരണം ഭഗവാനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ, ഭഗവാനെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ, ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നുണ്ടോ, ഉറപ്പായിട്ടും എന്താണ്? ഭഗവാനെ നമ്മൾക്ക് കിട്ടും. മനസ്സിലാവുണ്ടോ? കിട്ടും, കിട്ടാതിരിക്കില്ല. അതേസമയം ഗുരുവായൂരപ്പന വേറെ ജോലിയൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഗുരുവായൂർ നടയിൽ വരെ വന്നിട്ട് നീ പോയി തൊഴുതിട്ട് പോരെ, ഞാൻ റൂമിലിരിക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പം പോയി ഇത്രയും ലൈനിൽ നിന്ന് ക്യൂ നിന്ന് ഭഗവാനെ കാണുന്നതിൽ നല്ലതാണ്, നമുക്ക് അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകും എന്നും പറയുന്നവരുണ്ട്. നമ്മുടെ സ്വന്തം അച്ഛനെ നമ്മൾ അടുത്ത വീട്ടിൽ വെച്ച് കണ്ടിട്ട് കാര്യമില്ല. സ്വന്തം അച്ഛനെ നമ്മൾ അച്ഛൻ താമസിക്കുന്ന വീട്ടിൽ പോയി കാണണം. വഴിയോരത്തും അവിടെയും ഇവിടെയും വെച്ച് അച്ഛനെ കാണുന്നതിൽ എന്താ അർത്ഥമുണ്ട്? അമ്മയെ കാണുന്നതിൽ അതിലൊന്നും ഒരു അർത്ഥമില്ല. അച്ഛൻ എവിടെ സ്ഥായിയായി നിലകൊള്ളുന്നോ അവിടെ ചെന്ന് അച്ഛനെ കാണാം. അതേപോലെയാണ് മറ്റ് ക്ഷേത്രങ്ങളും ഭഗവാന്റെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ? ഭൂലോക വൈകുണ്ഠമാണത്. മനസ്സിലായില്ലേ? ആ ഭൂലോക വൈകുണ്ഠത്തിൽ പോയി നമ്മളെ കൊണ്ടാവുന്ന കാണിക്ക അർപ്പിച്ച് ആ ഒരു തിരുനടയിൽ പോയി ഭഗവാനെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. അവിടെ ചെന്ന് ഭഗവാനെ കാണുക. നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ വിളി കേൾക്കും. നമ്മൾ എവിടെ ഇരുന്ന് ആരാധിച്ചാലും അദ്ദേഹം വരും. പക്ഷേ അദ്ദേഹം ഇരിക്കുന്നിടത്തേക്ക് കയറി ചെന്നുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കാണുകയും ആരാധിക്കുകയും ചെയ്യാന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമാണ്. മനസ്സിലാവുന്നുണ്ടോ? കൃഷ്ണാവബോധത്തിന്റെ പ്രാരംഭ നിലയിൽ ഒരാൾ ഭഗവതാജ്ഞകളെ പൂർണ്ണമായി നിറവേറ്റിയില്ലെന്ന് വരും. ഇപ്പോൾ നിങ്ങളെല്ലാവരും മഞ്ജരീസിന്റെ ക്ലാസ് കേൾക്കുന്നുണ്ട്. ചിലവർ എന്നോട് പറയാറുണ്ട്, മാതാജി ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, ബിന്ദുമ്മ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, എനിക്ക് അത്രയ്ക്കൊന്നും സാരല്ലോ ക്ഷമേ, എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല, നോൺ വെജ് ഒന്നും അങ്ങനെ സ്റ്റോപ്പ് ആയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് ഒരിക്കലും ഒരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണാവബോധത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ, ഇപ്പം നമ്മുടെ ക്ലാസ് ഇപ്പോൾ പെട്ടെന്ന് ഒരു 2 മാസം 1 മാസം കേട്ടിട്ടുള്ള 2 ആഴ്ച കേൾക്കുന്നവരുണ്ട്, അപ്പം പിന്നെ വർഷങ്ങളായിട്ട് കേൾക്കുന്നവരുണ്ട്. അപ്പോൾ ഏതൊരു തുടക്കക്കാരനും കൃഷ്ണാവബോധത്തിലേക്ക് വരുന്ന ഏതൊരു തുടക്കക്കാരനും വന്ന വർഷം തന്നെ നോൺ വെജ് നിർത്താൻ പറ്റത്തില്ല. അവരങ്ങനെ കഴിച്ച് ശീലിച്ചവരാണെങ്കിൽ. ഇനി അതല്ല അവർ ചായയും കാപ്പിയും കുടിച്ച് ശീലിച്ചവരാണെങ്കിലും അവർക്ക് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. പോകെ വഴിയെ അവരത് സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? പയ്യെ അവരത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞ ഒറ്റയടിക്കൊന്നും നമുക്ക് നമ്മുടെ ജീവിത രീതിയും സ്വഭാവവും ഒന്നും മാറ്റാൻ കഴിയില്ല. സമയമെടുത്തേ അത് മാറത്തുള്ളൂ. സമയമെടുത്ത് തന്നെ സമയമെടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം മാറ്റിക്കൊണ്ടുവരിക. ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം നമ്മൾ സമയമെടുത്ത് വ്യക്തമായ ഒരു തീരുമാനത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാൻ മാറ്റാം. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ആർക്കും ഭഗവാനോട് അടുക്കാനും പറ്റില്ല, ആർക്കും ദീക്ഷയും എടുക്കാൻ പറ്റില്ല, ആർക്കും ഭഗവാന്റെ കാര്യങ്ങൾ പാലിക്കാൻ പറ്റില്ല, യമനിയമങ്ങൾ പാലിക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. അതിനൊക്കെ കുറച്ച് സമയമുണ്ട് ദാസ. ആ സമയത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? പയ്യെ ചേഞ്ച് ആവുക. അങ്ങനെ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിലും ഒരു സമാധാനം കിട്ടും. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ജന്മമുക്തിയിലേക്ക് പോവും. ജീവിതത്തിലൊരു ആശ്വാസം കിട്ടും. ഒരു ദിവസം കൊണ്ട് ക്ലാസ് കേട്ട ഉടനെ പോയിട്ട് നേരെ എന്താ പറയാ നോൺ വെജ് എടുത്ത് സ്റ്റോപ്പ് ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല. ചിലവർക്ക് പറ്റും, അത് അവരുടെ മുജ്ജന്മ സുഹൃതം എന്ന് വേണമെങ്കിൽ പറയാം. ചിലവർക്ക് പറ്റില്ല. പറ്റാത്തവർ പയ്യെ സ്റ്റോപ്പ് ചെയ്യുക. ആരും ഇവിടെ തലവെട്ടി കളയില്ല. നമ്മൾക്ക് നിർത്തണം എന്ന് നമ്മളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ അതിന് സമയത്തോടു കൂടി നമ്മൾ അടുപ്പിക്കും. നമ്മൾ അതിന് ശ്രമിക്കണം.
മനസ്സിലായില്ലേ? മെല്ലെ മെല്ലെ ഡെയിലി കഴിച്ചവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസം ആക്കുക, പിന്നെ ആഴ്ചയിൽ 3 ദിവസം ആക്കുക, ആഴ്ചയിൽ 2 ദിവസം ആക്കുക, ആഴ്ചയിൽ 1 ദിവസമാക്കുക. അങ്ങനെ 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 നമ്മൾ നമ്മുടെ സ്വഭാവത്തെ കൃഷ്ണാവബോധവുമായി നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുവരണം. ക്ലിയർ? പിന്നെന്താ പറയുക, എങ്കിലും തത്വത്തിൽ ഭഗവത് കൽപ്പനയോട് എതിർപ്പില്ലാതെയും ജയപരാജയങ്ങളിൽ ഉത്കണ്ഠ കൂടാതെയും ആശ കൈവിടാതെയും നിർവാജ്യം പ്രവർത്തിച്ചു പോന്നാൽ തീർച്ചയായും പവിത്രമായിരിക്കുന്ന കൃഷ്ണാവബോധത്തിന്റെ ഉന്നതിയിൽ ഒരാൾക്ക് എത്താൻ സാധിക്കും. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണാവബോധത്തിൽ വന്ന ആദ്യത്തെ വ്യക്തിക്ക് വന്നപാടെ ഒരാൾക്ക് മാറാൻ കഴിയില്ല. എന്നാൽ എങ്കിലും തത്വത്തിൽ, അതായത് ഭഗവാൻ പറയുന്ന ഈ ഗീതാ തത്വത്തില് ഭഗവത് കൽപ്പനയോട് എതിർപ്പില്ലാതെ, ഭഗവാൻ പറയുന്ന വാക്കുകളോട് യാതൊരു എതിർപ്പുമില്ലാതെ, ജയപരാജയങ്ങളിൽ ഉത്കണ്ഠ കൂടാതെ, പലപ്പോഴും നമ്മൾ തോറ്റുപോകും ജീവിതത്തിൽ, പല രീതിയിൽ തോറ്റുപോകും. അങ്ങനെ തോറ്റുപോകും. പിന്നെ നമ്മൾ നന്നായിട്ട് ജയിക്കും ജീവിതത്തിൽ. മനസ്സിലാവുന്നില്ലേ? അപ്പം ജയവും പരാജയവും ഒക്കെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ 2 വശങ്ങളാണ്. ജയവും സംഭവിക്കാം, പരാജയം സംഭവിക്കാം. ജയം മാത്രം സംഭവിക്കുന്നവരുണ്ട്, പരാജയം മാത്രം സംഭവിക്കുന്നവരുണ്ട്. ഇതിലൊന്നും നമ്മൾ ആകുലത പാടില്ല. ഇതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ നടക്കട്ടെ. നമ്മൾ ശ്രമിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരാൻ. അത് ഭക്തിയിലൂടെ ആണെങ്കിലും ശരി, അല്ലാതെ നമ്മുടെ കുടുംബജീവിതത്തിലൂടെ ആണെങ്കിലും ശരി, പല രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ച് മുന്നോട്ട് പോവുക. ജയപരാജയങ്ങളിലൊന്നും ഒരു ഉത്കണ്ഠ വേണ്ട. മനസ്സിലായോ? ടെൻഷൻ അടിക്കരുത് ജീവിതത്തിൽ ഒരിക്കലും. ടെൻഷൻ അടിച്ചത് കൊണ്ട് നമുക്ക് ഒന്നും നേടാനില്ല. നമ്മൾക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്ന പ്രശ്നം ഒരിക്കലും ടെൻഷൻ അടിച്ചത് കൊണ്ട് തീരില്ല. ഭക്ഷണം ഉപേക്ഷിച്ച് വെച്ചത് കൊണ്ട് തീരില്ല. കുറെ കരഞ്ഞത് കൊണ്ട് തീരില്ല. നമ്മൾ എന്ത് ചെയ്യാം? വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. വരാനുള്ളത് വഴിയിൽ തങ്ങൂല, അത് വരും. അത് നമ്മളെ തേടി വണ്ടി പിടിച്ച് വരും പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളിൽ നമ്മൾ എന്തായി പോരുത്? തലയും കുത്തി വീണ് പോകരുത്. പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ. മനസ്സിലായില്ലേ? പ്രശ്നങ്ങളാണേ, രോഗമാണേ എന്നും പറഞ്ഞിട്ട് കിടന്ന് കരയും വിഷമിക്കുകയും ചെയ്തിട്ട് നമുക്കൊന്നും നേടാനില്ല. അരിച്ചേരണേ, ഒന്നും നേടാനില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഒന്ന്, ജയപരാജയങ്ങളെയൊക്കെ ഒന്ന് എന്താ പറയുക, ഒരേ മനസ്സോടെ കണ്ട് ആശ കൈവിടാതെ, അതായത് ഭഗവാൻ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം എന്തായാലും എന്താ പറയാ എന്തായാലും അദ്ദേഹം എന്നെ രക്ഷിക്കും. എൻ്റെ ഈ കർമ്മഫലങ്ങളെല്ലാം തീർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഭഗവാൻ നമ്മളെ എങ്ങനെയെങ്കിലും ഈ കർമ്മഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് തീർന്നു കഴിഞ്ഞ് നമുക്ക് എന്താ പറയാ, നമുക്കൊരു സമാധാനം വരും എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ എന്താ പറയാ നമ്മൾ മുന്നോട്ട് പോവാം. സുധിപ്രഭു പറയുന്നു, പരാജയം കൊണ്ട് ടെൻഷൻ അടിക്കാനാണെങ്കിൽ ഞാനിന്ന് ഉണ്ടാവില്ലെന്ന്, കൂട്ടത്തിൽ ഞാനും ഉണ്ടാവില്ലായിരുന്നു. സത്യം. അത്രമേല് കുഴപ്പമില്ല. അത്രമേൽ പരാജയങ്ങൾ ജീവിതത്തിൽ ഞാനൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കുറച്ചും ചില്ലറ എന്നല്ല, ഇഷ്ടം പോലെ പരാജയത്തിന്റെ ഒരു നീണ്ട ശേഖരം തന്നെ എൻ്റെ ജീവിതത്തിന്റെ ഹിസ്റ്ററിയിലുണ്ട്, എല്ലാവരുടെയും. അല്ലെ? അപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്ത വണ്ടി എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ എൻ്റെ മുന്നിൽ നിന്ന് സുന്ദര ഫിനാൻസ് കൊണ്ടുപോയ കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ എനിക്ക് കാലങ്ങൾക്ക് ഇപ്പുറം ബെൻസ് തന്നു. പക്ഷെ എനിക്കതിൽ യാത്ര ചെയ്യാനുള്ള സമയമില്ല, കോഴിക്കോട് കിടക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ എല്ലാം തരും. തരുന്ന കാലം വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. അതിന് ഭഗവാനോട്, ഭഗവാനെ എനിക്ക് താ എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അറിയാം സമയവും നേരവും ആവുമ്പോൾ ഏതൊക്കെ തരണം, ആർക്കൊക്കെ കൊടുക്കണം, ആരൊക്കെ ഇനിയും കറക്റ്റായി വരാനുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ കൃത്യമായ സ്ഥലത്ത്, കൃത്യമായ സമയത്ത്, കൃത്യമായ രീതിയിൽ അദ്ദേഹം നമുക്ക് തരും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉള്ള സമയത്താണെങ്കിലും ഇല്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ ഒരേ മനസ്ഥിതിയോട് കൂടി പോവുക. നമ്മുടെ മനസ്സ് ചേഞ്ച് ആവേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊന്നും ചിന്തിക്കേണ്ട. ഇതൊക്കെ മാറും. എല്ലാവരുടെ പ്രയാസങ്ങളും ആ അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ആരൊക്കെ കണ്ണുനീര് അദ്ദേഹത്തിന് മുമ്പിൽ പൊഴിച്ചിട്ടുണ്ടോ ആ കണ്ണുനീരെല്ലാം അദ്ദേഹം ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്ന കണ്ണുനീര് അദ്ദേഹം നമുക്ക് പനിനീരാക്കിയിട്ട് നമുക്ക് എന്താ പറയാ, നമ്മളുടെ ദാഹം മാറ്റാനുള്ള ദാഹജലമായിട്ട് അദ്ദേഹം നമുക്ക് തന്നെ തരും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ആരും ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് വേദനകൾ പറയേണ്ട. അദ്ദേഹത്തിന് അതറിയാം. അദ്ദേഹം അത് മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. മഞ്ജരീസ് 2ാമത് ആടി ഒലഞ്ഞപ്പം വേദനയോടുകൂടി ഞാൻ അത്രയും വിഷമിച്ച് ഒറ്റയ്ക്ക് ഭഗവാന്റെ തിരുനടയിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരേക്കും എന്താ പറയാ, ഭഗവാന്റെ തിരുനടയിൽ നടന്നുപോയി ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞ ദിവസമുണ്ട്. ഭഗവാനെ എനിക്ക് അറിഞ്ഞൂടെ എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഭഗവാൻ ആ തിരുനടയിൽ നമ്മളെ എത്തിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒന്നിനെക്കുറിച്ച് ആകുലതപ്പെടണ്ട. ആരും നമ്മളെക്കുറിച്ച് നല്ലത് പറയില്ല. നമ്മളെക്കുറിച്ച് നന്മ പറയാനുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മളെക്കുറിച്ച് തിന്മ പറയാനേ ഉണ്ടാവും. അപ്പൊ അതിലൊന്നും നമ്മൾ വിഷമിക്കരുത്. പറയുന്നവർ പറഞ്ഞോട്ടെന്നേ.
നമ്മൾ എന്തിനാണ് അവർ പറയുന്നത് ഓർത്ത് നമ്മൾ അങ്ങനെ ആവൂ? ഒരിക്കലുമില്ല. നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എൻ്റെ മഞ്ജരീസ് കുടുംബം കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് മറ്റെന്തുള്ളൂ. ഈവൻ എൻ്റെ മോൻ കൂടി എനിക്ക് സെക്കൻഡറിയാണ്. കാരണം എൻ്റെ മഞ്ജരീസ് കുടുംബം ചെയ്യുന്നത്ര ചാൻറ്റിങ് എൻ്റെ മോൻ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? എൻ്റെ മഞ്ജരീസ് കുടുംബം വായിക്കുന്നത്ര ഗീത എൻ്റെ മകൻ വായിക്കുന്നില്ല. എൻ്റെ മഞ്ജരീസ് കുടുംബം ഫോളോ ചെയ്യുന്ന റൂൾസിൻ്റെ അത്ര എൻ്റെ മകനോ എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പം എനിക്ക് ഭഗവാന്റെ കാര്യങ്ങൾ ആരാണോ എന്താ പറയുക ഇത്രയും ഇതായിട്ട് നിൽക്കുക, അവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധം അല്ലേ. മഞ്ജരീസ് കുടുംബത്തിൽ ഒരാൾക്കൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അവിടെ തലകുത്തി വീഴാറുണ്ട്. അപ്പം എല്ലാവരും ഒരുപോലെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഭഗവാനുമായിട്ട് ആത്മബന്ധം നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരൊക്കെ ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്, അറിയുന്നുമുണ്ട്. നിങ്ങൾ എവിടെയും തോറ്റു പോവില്ല, ഒരിക്കലും തോറ്റു പോവില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും കാണിച്ചാലും നിങ്ങൾ ഒരിക്കലും തോറ്റു പോവില്ല. കാരണം നിങ്ങളുടെ സംരക്ഷണം കിച്ചൂട്ടൻ ഏറ്റെടുത്തതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ഫേസ് ചെയ്യാം. നമ്മൾ ഒരിക്കലും വേദനിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രശ്നങ്ങളിലും പതറിപ്പോവരുത്. മനസ്സിലായില്ലേ? വേദനകൾ സ്വാഭാവികമാണ്, ഉണ്ടാവും. അപ്പം എന്താ പറയണെന്ന് ഭഗവാൻ പറയണെന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ഭഗവാനുമായിട്ട് നല്ലൊരു ആത്മബന്ധത്തിൽ വരികയാണെങ്കിൽ പവിത്രമായ കൃഷ്ണാവബോധത്തിന്റെ ഉന്നതിയിൽ, കൃഷ്ണാവബോധമല്ല പവിത്രമായ കൃഷ്ണാവബോധം, ആ കൃഷ്ണാവബോധത്തിന്റെ ഉന്നതിയിൽ ആർക്കെത്താൻ സാധിക്കും? ആ വ്യക്തിക്ക് എത്താൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം പുലർത്തുക. എന്തുണ്ടെങ്കിലും ഭഗവാനുമായിട്ടൊരു ബന്ധം പുലർത്തുക, ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാനോട് പറയുക. അത് ഒരാളെ വേദനിപ്പിച്ചെന്നോ കരയിപ്പിച്ചെന്നോ അപമാനിച്ചെന്നോ ദ്രോഹിച്ചെന്നോ എന്നൊന്നും പറയണ്ട. എല്ലാം അറിയുന്നവൻ സാക്ഷാൽ കൃഷ്ണൻ, എല്ലാം അറിയുന്നവൻ നിങ്ങളുടെ കൂടെയുമുണ്ട്, എൻ്റെ കൂടെയുമുണ്ട്. ആരുടെ കൂടെയും വലിപ്പവും ചെറുപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കൂറൂരമ്മയുടെ കൂടെ ആയിരിക്കും കുറച്ചുകൂടെ അധികം ഉണ്ടാവുന്നത് അല്ലേ. അപ്പം അതാണ് പറയുന്നത്, നമ്മളിനി ഒരിക്കലും നമ്മൾ കരയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങളെല്ലാവരെയും എന്താ പറയുക, എല്ലാവരെയും നമ്മൾ ഒരേ മനസ്സോടു കൂടി പോവുക. സുധി, അപ്പം നമ്മളൊരാൾ വിഷമിക്കണം, ഒരാൾ വേദനിക്കണം എന്നൊന്നും ഞാനൊരിക്കലും ആഗ്രഹിക്കാറില്ല. പിന്നെ നമ്മുടെ നാവ് വെറുതെ ഇരിക്കില്ലല്ലോ. എന്തെങ്കിലും കണ്ടാൽ നമ്മൾ വീണ്ടും പോയി കൊണോണാന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് കുഴപ്പം. ഈ നാവിനോട് എത്ര അടങ്ങിയിരിക്കാൻ പറഞ്ഞാലും ഇരിക്കത്തില്ല. അപ്പം നമ്മളെല്ലാം ഒരാളും കരയണ്ട നമ്മൾ കാരണം, ഒരാളും നമ്മൾ കാരണം വേദനിക്കണ്ട. നമ്മളെ ചീത്ത പറഞ്ഞോട്ടെന്നേ, അവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ നമ്മളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. സ്ത്രീകളെ എന്തൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെന്നറിയോ, പറഞ്ഞോട്ടെ. നമ്മൾ അവരെ വാല്യൂ ചെയ്യാനോ അവരോട് വഴക്കിടാനോ നമ്മൾ പോകണ്ട. നമുക്ക് നമ്മുടേതായ ഒരു രീതി, നമുക്കെല്ലാം പറയാം. നമ്മുടെ ഗുരുവായൂരപ്പനില്ലേ, നമ്മളെ ആരെയും കൈവിടാത്ത, നമ്മളെ ആരെയും വേദനിപ്പിക്കാത്ത, ഒറ്റപ്പെടുത്താത്ത ഒരു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഇല്ലേ? അദ്ദേഹത്തോട് പറഞ്ഞാൽ പോരെ നമ്മുടെ ആകുലതകളും സങ്കടങ്ങളും ഒക്കെ. അദ്ദേഹം തരാത്ത എന്ത് നിവർത്തിയാണ് നമുക്ക് ഈ ലോകത്ത് മറ്റൊരാൾ തരുന്നത്? ആലോചിച്ച് നോക്കിക്കേ. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ സംരക്ഷണമൊന്നും ഈ ഭൂമിയിൽ എവിടെ നിന്നും കിട്ടത്തില്ല. നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഏതാ? ആദ്യത്തെ നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രമാണ്. അവിടെ ആര് നിക്ഷേപിച്ചു നമ്മളെ? ഭഗവാനാണ് നിക്ഷേപിച്ചത്. അച്ഛനിൽ നിന്ന് ബീജം വന്നിട്ടുണ്ടെങ്കിൽ ആ ബീജം ആരുണ്ടാക്കി? ഭഗവാനാണ് ഉണ്ടാക്കിയത് അല്ലെ. അപ്പൊ ആദ്യത്തെ ബെഡ്റൂം മുതൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സംരക്ഷണം നമ്മൾ ഫീൽ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ആ സംരക്ഷണം ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഈ ലോകത്ത് ആരും എന്താ പറയാ, ആരും നമ്മളെ നോക്കൂല, ആരും നമ്മളെ സ്നേഹിക്കൂല. പക്ഷെ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു സർക്കിൾ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ മഞ്ജരീസൊക്കെ ഗെറ്റ് ടുഗദർ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഓരോരുത്തരെയും നോക്കിക്കാണായിരുന്നു. എല്ലാവരും ചിരിക്കുന്നു, സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. എനിക്ക് എന്ത് സന്തോഷമായി എന്നറിയാമോ? ആ ഹാളിൽ ഇരുന്നിട്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിച്ചപ്പം ഞാൻ ഇന്നലേക്ക് ഒരുപാട് തവണ ആ ലൈവ് വീഡിയോ എടുത്ത് കണ്ടു. എല്ലാവരും തല കുനിച്ചിരുന്ന് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഗുരുവായൂരപ്പ ഈ ഒരു നിമിഷം അങ്ങ് എത്ര മനോഹരമാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. കാരണം എല്ലാം പോയി ഈ ഒരു ഗീതയും കൊണ്ട് മഞ്ജരീസിന്റെ എന്താ പറയാ എഗ്രിമെന്റ് പോലും എൻ്റെ കയ്യിലില്ല. എന്നിട്ട് ഞാൻ അതും കൊണ്ട് ഗുരുവായൂരപ്പന്റെ നടയിൽ KSRTC പിടിച്ച് പോയി നിന്ന് തിരുപ്പതിയിലൊക്കെ നിന്ന് കരഞ്ഞ ദിവസമുണ്ട്. അതിൽ നിന്ന് ഗുരുവായൂരപ്പൻ എത്ര വലിയൊരു സന്തോഷമുള്ളൊരു നിമിഷം നമുക്ക് തന്നു. അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ സഹിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിൽ കണ്ണുനീരോടുകൂടി ഇട്ടോളൂ. സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞ് അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ ഇട്ടേക്കൂ. അദ്ദേഹം അത് മാറ്റിത്തരും. ഒരു മിനിറ്റിൽ കൂടുതൽ ഭഗവാൻ നിങ്ങളെ കണ്ണുനീര് കണ്ടു നിൽക്കില്ല, സഹിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? സാറേ ഒരു മിനിറ്റ്, ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ സാറിനെ തിരിച്ചു വിളിച്ചാൽ മതിയോ ഈ നമ്പറിൽ? കട്ട് ചെയ്യല്ലേ സാർ? ഒന്ന് നമ്പർ നോട്ട് ചെയ്തെടുത്തോട്ടെ കേട്ടോ. സാറിന്റെ പേരെന്താണ്? ഓക്കെ സാർ. എവിടെ നിന്ന് വിളിക്കുന്നു? ശരി. ഈ നമ്പർ തന്നെയല്ലേ സാർ? ഇപ്പോൾ വിളിച്ച നമ്പർ തന്നെയല്ലേ? ഓക്കെ ഞാൻ വിളിക്കാം സാർ ഈ നമ്പറിലേക്ക് കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു
മനസ്ഥിതിയോട് കൂടി നമ്മൾ മുന്നോട്ട് ജീവിക്കണം കേട്ടോ. നിങ്ങൾ ആരും വിഷമിക്കരുത്. എനിക്ക് നിങ്ങളാരും സങ്കടപ്പെടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇനി നമ്മുടെ 32ാമത്തെ ശ്ലോകം, അധ്യായമല്ല 32ാമത്തെ ശ്ലോകം. ഒരു ശ്ലോകം കഴിഞ്ഞു കേട്ടോ. യേ ത്വേധാഭ്യ സൂയന്തോ സാനു തിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാംസ്താൻ വിധി നഷ്ടാന ചേതസഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസൂയാലുക്കളായിട്ട് അസൂയൊക്കെ മനസ്സിൽ നിറച്ചുകൊണ്ട് ഭഗവാന്റെ ഉപദേശങ്ങളെ, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവഗണിച്ച് ചവറ്റുകൊട്ടയിലിട്ടിട്ട് അനുസരിക്കാതെ ഒരു അച്ചടക്കം ഇല്ലാത്ത ഒരു ജീവിതമായിട്ട്, മാതാജി 4 മണിക്ക് ശേഷം വിളിച്ചോളൂ കേട്ടോ. ആര് കോൾ ചെയ്യുന്നുണ്ടെങ്കിലും 4 മണിക്ക് ശേഷം ചെയ്തോളൂ. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ചാനൽ വരെ പോകാനുണ്ട്, അല്ലെങ്കിൽ എന്നെ ഓടിച്ചു വിടും, എൻ്റെ ജോലി കളയും അവർ. അപ്പം ഞാനൊന്ന് പോയി തല കാണിക്കണം. ക്ലാസ് കഴിഞ്ഞിട്ട് മറ്റേ 4 മണിക്ക് ശേഷം വിളിക്കുന്നവർ വിളിച്ചോളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഓർത്തു കഴിഞ്ഞാൽ, അസൂയാ മനോഭാവത്തോടു കൂടി ജീവിച്ചിട്ട് ഭഗവാന്റെ ഉപദേശങ്ങളെ ഒന്നും അനുസരിക്കാതെ, ഒന്നും അത് അനുസരിക്കുന്നവരെയാണെങ്കിലോ നമ്മൾ വേദനിപ്പിക്കുകയും ചെയ്യും അല്ലേ. ഭഗവാന്റെ റൂൾസ് അനുസരിക്കുന്നവരെ കുറേ ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോവിപ്പിക്കും. വലിയ നോൺ വെജ് കഴിക്കാത്ത ആൾ കുറേ നാൾ മുമ്പ് ഇതൊക്കെ കുറേ കയറ്റിയോണ്ടല്ലേ ഇവിടെ ഇരുന്നേന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ ചായയും കാപ്പിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തിന്നാൻ മരിച്ചു, ഇതൊക്കെ ഭഗവാൻ തിന്നാൻ വെച്ചതാണ്, ഇങ്ങനെ വാദിക്കുന്നവരുണ്ട്. ജപമാല ജപിക്കുമ്പോൾ പിന്നെ സന്യാസം തുടങ്ങി, ഇപ്പം തന്നെ ഈ ചെറിയ പ്രായത്തിൽ സന്യാസമായിട്ട് നടക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഭഗവാനെ അനുസരിക്കുന്ന, ഭഗവാനെ അനുസരിക്കുന്ന ഏതൊരു വ്യക്തിയായാലും ശരി, അസൂയ മനോഭാവം ഒന്നുമില്ലാതെ ഭഗവാനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആരെന്ത് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ കൊടുക്കാതെ നമ്മൾ അങ്ങനെ ജീവിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ജീവിക്കുന്നവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനിലുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത നേടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ജീവിതത്തിനൊരു പൂർണ്ണത വേണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു വെള്ളത്തിലിട്ടല്ല പോലെ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് ഭഗവാനിലൂടെ മുക്തി ലഭിക്കണം. ആ മുക്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളുടെ കഷ്ടപ്പാടുകളൊന്നും വെറുതെ ആവില്ല, ഒന്നും വെറുതെ ആവില്ല. ഭഗവാന്റെ മുന്നിൽ ഒരു തുളസിയില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമുക്കൊരു വലിയ ആൽമരം തന്നെ തരും. ആ തരാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മൾ ഹൃദയം കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുന്നത് ആലോചിച്ച് ഇങ്ങനെ നമ്മൾ അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ഒരു അസൂയെ നമുക്ക് വേണ്ട. നമ്മുടെ അടുത്ത് കൂടെ നല്ല ഭംഗിയായിട്ട് സുന്ദരിമണികളായിട്ടുള്ളവർ ഡ്രസ്സ് ചെയ്ത് പോവുകയാണെങ്കിലും നമ്മൾ അയ്യോ അവരൊക്കെ നോക്കി എന്ത് ഭംഗി, എന്തോരം നല്ല ഡ്രസ്സ്, നമുക്ക് അതുപോലും ഇല്ല, ഇങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട. നമുക്ക് എന്തുണ്ടോ അത് മതി. മനസ്സിലായില്ലേ? ലളിത ജീവിതം, ഉയർന്ന ചിന്താഗതി. അപ്പം നമ്മൾ എന്താ ചെയ്യുക? സിമ്പിൾ ലൈഫ്, ഹൈ തോട്ട്. അപ്പം നമ്മൾ അങ്ങനെ സ്നേഹത്തോടെ സമാധാനത്തോടെ നമ്മൾ ജീവിച്ചു പോവാം. ക്ലിയർ? കൃഷ്ണാവബോധവാനാകാതിരുന്നാലുള്ള അപാകതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃഷ്ണാവബോധത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല എങ്കിൽ, മനസ്സിലായില്ലേ? കൃഷ്ണാവബോധത്തിലേക്ക് നമുക്ക് വന്നിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു വലിയൊരു സീറോ ആയി മാറും. കൃഷ്ണാവബോധത്തിൽ വരാൻ വരുന്ന വ്യക്തികളാണെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോവില്ല. നമ്മളുടെ കണ്ണിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ചിലപ്പം തോൽവികളായിരിക്കാം. ഒരു വീടില്ല, വണ്ടിയില്ല, ജോലിയില്ല, ഇതൊക്കെ തോൽവികളായിരിക്കാം. പക്ഷേ ഭഗവാന്റെ കണ്ണിൽ എന്താണ്? സമയമാകുമ്പോൾ ഇതെല്ലാം തരും എന്ന ഒരു ഉറപ്പാണ്. കല്യാണം കഴിഞ്ഞില്ല, കുട്ടി ഉണ്ടായില്ല, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കടങ്ങളുണ്ട്, വീട് ജപ്തി, അത് ഇത്, നമ്മളെ കണ്ണിൽ ഇതെല്ലാം തോൽവികളാണ്. പക്ഷെ ഭഗവാന്റെ കണ്ണിൽ ഇതെല്ലാം നമ്മളെ ഉയർത്താനുള്ള ചവിട്ടുപടികളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ വീട്ടിൽ ഒരു 2-3 പടികളൊക്കെ ഉണ്ട് എങ്കിൽ എന്താ ഉണ്ടാവുക? ഏറ്റവും താഴത്തെ പടി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ അകത്ത് ആകെപ്പാടെ ഒരു അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടോ? കുറെ വേസ്റ്റ്, മണ്ണ്, പൊടി, ഇതൊക്കെ മേലോട്ട് കയറും തോറും ആ പടികൾ ഇങ്ങനെ ക്ലീനായി വരും. കാരണം മേലെ അത്രയ്ക്ക് വേസ്റ്റ് ആവുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന പടി, അതായത് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം മാറാനുള്ള വഴിയാണ് നമ്മളിങ്ങനെ ഉയർന്നു വരാന്ന് പറയുന്നത്, ഓരോ സ്റ്റെപ്പ് കയറുക എന്ന് പറയുന്നത്. ആ സ്റ്റെപ്സിനെയാണ് നമ്മൾ കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എന്താ പറയാ, ഈ കല്ലും മണ്ണും പൊടിയും ദുഃഖവും ഇതൊക്കെയുള്ള ഒന്നുമില്ലാത്ത നഷ്ടങ്ങളുടെ ഒരു ജീവിതത്തിൽ നിന്ന് കൃഷ്ണാവബോധം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഓരോ പടിയായിട്ട് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവും. ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ സമാധാനം കിട്ടും. എന്ത് നഷ്ടപ്പെട്ടാലും ഒരു സമചിത്തതാ മനോഭാവത്തോടെ നമ്മൾ ഇരിക്കും. അതർവൈസ് നമുക്ക് കരയാനേ നേരണ്ടാവും. ചിന്തിച്ച് ഉറങ്ങാതെ നമ്മൾ നമ്മുടെ ജീവിതം കളയണം. അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ക്ലിയർ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒരു ഉയർന്ന ഭരണാധികാരിയുടെ ആജ്ഞ ലംഘിക്കുമ്പോൾ അതിന് ശിക്ഷയുണ്ട് അല്ലെ. ഇപ്പം നമ്മളുടെ ബാങ്ക് മാനേജറോ ഇപ്പോൾ ബാങ്കിൽ ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്ക്, ഇല്ലെങ്കിൽ മറ്റെവിടെങ്കിലും എന്തെങ്കിലും ഒരു സ്കൂളിലോ മറ്റോ ജോലിയാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഓഫീസിലാണ്,
എവിടെയാണെങ്കിലും നമുക്കൊരു ഉയർന്ന ഭരണാധികാരി ഉണ്ട്, നമുക്ക് മുകളിൽ ഒരാളുണ്ട്. അപ്പൊ അവര് പറയുന്നത് കേൾക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അവരിൽ നിന്നൊരു പണിഷ്മെന്റ് ഉറപ്പാണ്. നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ പറയുന്നത് അനുസരിക്കാതെ നമ്മൾ തോന്നിയ പോലെ ഇങ്ങനെ ജീവിക്കുവാണെങ്കിൽ എന്തായാലും അവരിൽ നിന്ന് നമുക്കൊരു പണിഷ്മെന്റ് ഉറപ്പാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമദിവ്യോത്തമ പുരുഷന്റെ ആജ്ഞ ലംഘിക്കുന്നവനും തീർച്ചയായിട്ടും ശിക്ഷാർഹൻ തന്നെയാണ്. ഭഗവാന്റെ ആജ്ഞ, ഗീതയിൽ പറഞ്ഞ ആ ഒരു ആജ്ഞ, അത് നമ്മൾ തെറ്റിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ശിക്ഷ കിട്ടും. അതെങ്ങനെയാ കിട്ടുക ശിക്ഷ? നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കുട്ടികളാരെയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, മര്യാദയ്ക്ക് കഴിച്ചോ പിന്നെ അല്ലെങ്കിൽ തരത്തിൽ എന്ന് പറയും. അപ്പൊ ആ സമയത്ത് ആ കുട്ടി വാശി പിടിക്കും, പിന്നെ ആ കുട്ടി കഴിക്കില്ല. വിശന്ന് ചോദിച്ചു വരുമ്പോൾ നേരത്തെ ചോദിച്ചു നീ തന്നില്ല, കഴിച്ചില്ലല്ലോ, ഇനി വേണ്ടാന്ന് പറയും. അത് അപ്പൊ ആ കുട്ടിക്ക് കിട്ടുന്ന ശിക്ഷയാണത്. അതേപോലെ ഭഗവാൻ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് അത് നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ എന്താ ഉണ്ടാവാന്നറിയോ? ഇനിയും നമ്മൾ ജന്മം എടുക്കണം. ഇനിയും ജന്മം എടുത്തിട്ട് നമ്മൾ ഇനിയും കിടന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെയാണ് നമുക്ക് ശിക്ഷ കിട്ടുന്നത്. അതേസമയം ഭഗവാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഗീതയിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ശിക്ഷ കിട്ടില്ല ഭഗവാനോട്. നമ്മളുടെ കയ്യിലിരിപ്പോണ്ട് നമ്മൾ അനുഭവിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ. ആ അനുഭവങ്ങളുടെ കാഠിന്യം പോലും ഭഗവാൻ നമുക്ക് കുറച്ചു തരും. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. റാഫിക്ക, അസ്സലാമു അലൈക്കും. അപ്പം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഭഗവാനെ നമ്മൾ തിരസ്കരിക്കരുത്, ഭഗവാൻ പറയുന്നത് കേൾക്കാതിരിക്കരുത്. ഇത് ഭഗവാൻ എന്നല്ല, നമുക്ക് ബൈബിൾ ആയാലും ശരി, ഖുറാൻ ആയാലും ശരി, ഗീത ആയാലും ശരി, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഈ മഹത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആ മഹത് ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. അതർവൈസ് നമ്മുടെ ജീവിതം ഒരു ിലേക്ക് ആരും വിളിക്കരുത് കേട്ടോ. ഈ ലൈവ് പോകുന്ന നമ്പർ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ അഡ്മിൻ സ്ഥാനത്തിരിക്കുന്ന നമ്പറിലേക്ക് ആരും വിളിക്കരുത്. അത് ലൈവ് എടുക്കുന്ന ഫോണാണേ. ആര് വിളിക്കാമെങ്കിലും മഞ്ജരീസിലേക്ക് വിളിക്കാം. അത് അനുസരണ കെട്ട ആള്, ഇപ്പം എത്ര വലിയ, ഇപ്പൊ ഗുരുവായൂർ തന്ത്രിയാണെങ്കിലും ശരി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയാലും ശരി, ഭഗവാന്റെ ആജ്ഞക്കനുസരിച്ചല്ല ജീവിക്കുന്നതെങ്കിൽ, എത്ര ഉയർന്ന സ്ഥാനത്തുള്ള വ്യക്തി ആയാലും ശരി, ഹൃദയശൂന്യത കൊണ്ട് സ്വന്തം ആത്മാവിനെ കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചോ പരബ്രഹ്മത്തെ കുറിച്ചോ ഭഗവാനെ കുറിച്ചോ അറിയില്ല എങ്കിൽ എന്താ സംഭവം? നമ്മൾ അനുഭവിച്ചേ പോകത്തുള്ളൂ. അത് റോട്ടിൽ കിടക്കുന്ന ഒരാളാണെങ്കിലും ശരി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ശരി, ഭഗവാനെ വണങ്ങുന്നില്ല, ഭഗവാനെ അറിയുന്നില്ല എങ്കിൽ ആ വ്യക്തി അനുഭവിക്കും. അനുഭവിക്കാതെ നടക്കൂല. അനുഭവിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ക്ലിയർ? അതുകൊണ്ട് ജീവിതത്തിന്റെ പരിപൂർണതയെ പറ്റി അറിയാൻ വകയില്ല. ജീവിതത്തിന്റെ എന്താ പറയാ, പരിപൂർണത അറിയണമെങ്കിൽ ഭഗവാനെ അറിയണം. എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, വന്നിട്ട് എന്തുണ്ടാക്കി ഇത്രയും നാൾ, എത്ര കരഞ്ഞു തീർത്തു, എത്ര ഉറങ്ങി തീർത്തു, എത്ര വേദനിച്ചു, എത്ര പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി, എന്തെല്ലാം തരത്തിൽ നമ്മൾ ജീവിച്ചു വന്നു. ഒന്ന് നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കും, നമ്മുടെ ജീവിതം എത്രത്തോളം വേദനിച്ച സമയങ്ങളുണ്ടെന്ന്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഭഗവാനോട് അടുത്തടുത്ത് ജീവിക്കണം. അപ്പൊ നമുക്ക് യാതൊരു തരത്തിലുള്ള ശിക്ഷയും കിട്ടത്തില്ല. ശിക്ഷ എന്ന് പറയുമ്പോൾ ഭഗവാൻ വന്ന് അടിക്കുകയല്ല ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും, ഒരു കുഴി കുഴിച്ചിട്ട് അവിടെ കുഴിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുഴിയിൽ നാളെ നമ്മൾ തന്നെ വീഴും, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിരുന്ന വേണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യണം. ഭഗവാനുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, സമാധാനം കിട്ടും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മാറ്റിവെക്കുക. നമ്മൾ ചെയ്യേണ്ട ജോലി മാത്രം ചെയ്യാം. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ആരെന്ത് പറയുന്നു എന്നുള്ളത് നോക്കി നിന്നാൽ ജീവിതം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളാണ് നമ്മുടെ ജീവിതത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉയർത്തേണ്ടത്. നമ്മൾ തളർന്നു കഴിഞ്ഞാൽ ആരും കൈപിടിക്കാൻ വരില്ല. ഇത് 2024 സ്വന്തം മക്കൾ പോലും നമ്മളെ കളയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈശ്വരനോട് അടുത്ത് ജീവിക്കാൻ പഠിക്കണം. ആ ഈശ്വരനോട് അടുത്ത് ജീവിക്കുമ്പോൾ ഭഗവാനെ വിളിക്കുന്ന ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത ഭഗവാന്റെ കണ്ണിൽ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഭക്തനുമല്ല ഭക്തയുമല്ല, നമ്മൾ വെറും താഴെ കിടക്കുന്ന വ്യക്തികളാണ്. പുല്ലിനേക്കാൾ താഴെയാണ് നമ്മുടെയൊക്കെ ജീവിതം. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഭഗവാനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക, അറിഞ്ഞു തന്നെ മുന്നോട്ട് പോവുക. പിന്നെ മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് ചിന്തിക്കണ്ട. ഞാൻ അങ്ങനെയാണ്. ആരെന്ത് പറയുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ നടക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സമയം വേസ്റ്റ് ആവും. കേൾക്കുമ്പോൾ സങ്കടമുള്ള കാര്യങ്ങൾ കേട്ടേക്കാം, ചിലപ്പോൾ സന്തോഷമുള്ള കാര്യം കേട്ടേക്കാം, പക്ഷെ സമചിത്തതയോടുകൂടി അത് അംഗീകരിക്കും. സന്തോഷിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, ദുഃഖിക്കുമ്പോൾ കൂടെ കരയാൻ ആരും ഉണ്ടാവില്ല. കുറച്ച് നേരം ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ സന്തോഷത്തിലും എന്താ പറയാ സങ്കടത്തിലും സ്ഥായിയായി നിൽക്കുന്ന ഒരേ ഒരാള് ശ്രീ ഗുരുവായൂരപ്പനാണ്. ആ ഗുരുവായൂരപ്പനെ ഹൃദയത്തോടെ അങ്ങ് ചേർത്ത് പിടിച്ചോളൂ. പിന്നെ ഒരു തരത്തിലും നമ്മൾ വിഷമിക്കേണ്ട ഗതികേട് വരില്ല. ഓക്കെ, ഇനി 33ാമത്തെ ശ്ലോകമാണ്. സദൃഷ്ട്യം ചേഷ്ടതേ സ്വസ്യാ
പ്രകൃത്തേജ്ഞാവാനഭി പ്രകൃതിം യാന്തി ഭൂതാനീം നിഗ്രഹ കിം കരിഷ്യതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത് അല്ലെ. നല്ല ഭഗവാനെ അറിയാൻ ആഗ്രഹമുള്ള അറിയുന്നൊരു വ്യക്തി പ്രകൃതിയെ എന്താക്കി മാറ്റും? ആരാധനയോടുകൂടി കാണും. പ്രകൃതി നശിപ്പിക്കില്ല. എത്ര സ്ഥലങ്ങളിൽ ഓരോരുത്തർ എന്തെല്ലാം തരത്തിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നു അല്ലെ. അതിൻ്റെയൊക്കെ പരിണിത ഫലം നമ്മൾ തന്നെയല്ലേ അനുഭവിക്കുന്നത്. എത്രയോ മരങ്ങൾ വെട്ടിക്കളയുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? ഓക്സിജൻ ബാഗ് കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ മുതുകിലിട്ട് നടക്കേണ്ട ഒരു കാലഘട്ടം നമുക്ക് ദൂരെയല്ല. എല്ലായിടത്തും മരവും പാടവും എല്ലാം അങ്ങ് നികത്തി നശിപ്പിക്കുകയാണ്. എന്നിട്ട് വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റ്സുകൾ, അത് ഇതൊക്കെ വരികയാണ്. അപ്പോൾ ആ ഏരിയയിൽ വളർന്നുകൊണ്ടിരുന്ന ചെടികളെല്ലാം നശിച്ചു പോയി. പ്രകൃതിയെ മനുഷ്യൻ സ്വയം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉപദ്രവം കൊണ്ട് എന്താ സംഭവിക്കുക? നമ്മൾ നമ്മുടെ ജീവവായുവാണ് ഇല്ലാണ്ടാക്കുന്നത് അല്ലേ. ആ ജീവവായു നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രകൃതി വേണം. ഭഗവാനെ അനുസരിക്കുന്നുണ്ടോ? പ്രകൃതിയെ നമ്മൾ ആരാധിക്കണം. മനസ്സിലാവുന്നില്ലേ? ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു അല്ലെ. ത്രിഗുണങ്ങൾ കൊണ്ടാണ് ആൾക്കാർ പ്രവർത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇങ്ങനെ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ആരും സത്വഗുണം മാത്രമായിട്ട് ജീവിക്കുന്നവരല്ല. എല്ലാവർക്കും ഈ 3 ഗുണങ്ങളും ഉണ്ട്. രജോ, തമോ, സത്വഗുണമൊക്കെ എല്ലാവരിലും ഉണ്ട്. ഞാനും നിങ്ങളൊക്കെ ഒരുപോലെ ദേഷ്യപ്പെടാറുണ്ട് അല്ലെ. ഞാനും നിങ്ങളൊക്കെ ഒരുപോലെ കൂളാവാറുണ്ട്. അപ്പോൾ ഈ 3 ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത്? സത്വഗുണത്തെ നമ്മൾ ഫോക്കസ് ചെയ്യണം. നിഗ്രഹം കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഒരു സംഭവം നശിപ്പിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? നശിപ്പിക്കരുത്. ഒന്നും നശിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? സമാധാനത്തോടെ മുന്നോട്ട് പോവാം. അത് ജീവിതമാണെങ്കിലും ശരി, എന്തായാലും ശരി. കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഒറ്റയ്ക്കാണ്, ഇപ്പം എനിക്ക് വീട്ടിൽ ആരും ഇല്ല. അപ്പം നമുക്കതൊരു സങ്കടമായി. കാരണം അവരുടെ മോൻ കല്യാണം കഴിച്ച് ഗൾഫിലാണ്, ഭാര്യയുടെ വീട്ടിലാണ്. അപ്പം അവരുടെ ഇത്രയും ഒരു ഏജിൽ ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു, ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യയെ കോണ്ടാക്ട് ചെയ്തത്. അപ്പം അതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് ചോദിക്കാൻ പറഞ്ഞപ്പം അമ്മായിയമ്മയും മരുമോളും തമ്മിൽ വഴക്കിട്ടതാണ്. അപ്പം ഏതോ ഒരു ദുർലഭ നിമിഷത്തിൽ ആ അമ്മ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നോ മറ്റോ പറഞ്ഞു. അപ്പം അവരത് കേട്ടവാതി അവരിറങ്ങിപ്പോയി. ഇപ്പം അവിടെ ഒറ്റപ്പെട്ടു. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക, എവിടെ എന്ത് പറയണം എന്നറിയാതെ നമ്മൾ സംസാരിക്കരുത്. ആരോട് എന്ത് എപ്പോ എങ്ങനെ പറയണം, പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാം. പക്ഷെ അതിനൊരു രീതിയുണ്ട്, ഒരു സമാധാനത്തിന്റെ ഒരു ഭാഷ്യമുണ്ട്. ആ രീതിയിൽ നമ്മൾ സംസാരിക്കണം. എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ചാടിക്കേറി സംസാരിക്കുകയാണെങ്കിൽ നഷ്ടങ്ങൾ നമുക്ക് മാത്രമേ ഉള്ളൂ. എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോവുകയാണെങ്കിൽ നേട്ടം മാത്രമേ ഉണ്ടാവൂ. താൽക്കാലിക പരാജയം എന്ന് പറയുന്നത് കാലാകാലം നിലനിൽക്കില്ല. ജീവിതത്തിൽ കുറച്ചു കാലമേ നിലനിൽക്കൂ. പരാജയങ്ങളൊന്നും മുഴുവനായിട്ട് ഏറ്റുവാങ്ങേണ്ട ഗതികേടുള്ള ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. ഭഗവാനെ അറിയുകയാണെങ്കിൽ. ഭഗവാനെ അറിയാതെയാണ് ജീവിക്കുന്നതെങ്കിൽ പരാജയങ്ങളുടെ ഒരു വലിയൊരു ട്രെയിൻ നമ്മളെ പിന്നാലെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. മനസ്സിലാവുമല്ലോ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ അറിഞ്ഞ് ജീവിക്കുക, ഭഗവാനോടടുത്ത് ജീവിക്കുക. പരാജയങ്ങൾ വന്നോട്ടെ ജീവിതത്തിൽ, എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു പോയ കാര്യങ്ങളല്ലേ. അത് ഒന്ന് കാഠിന്യം കുറയ്ക്കുക. കൊല്ലണ്ട, ചീത്ത പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പോലെയാവും. നമ്മൾ എന്ത് ചെയ്യുക? കാഠിന്യം ഒന്ന് കുറഞ്ഞു കിട്ടുക. അതിനെന്താ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് നമ്മുടെ നാവടക്കുക, 2 നമ്മൾ ഭഗവാനെ വിളിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ തോൽക്കേണ്ട അവസരം ഉണ്ടാവില്ല. മനസ്സിലായോ? കൃഷ്ണാവബോധത്തിന്റെ അതീന്ദ്രിയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്കൊഴികെ, അതായത് ഭഗവാനുമായി അടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലാതെ ആർക്കും പ്രകൃതിയുടെ ആ ഒരു ശക്തിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. അതായത് കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഒരാള്, ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തി ഫ്രസ്ട്രേറ്റഡ് അല്ല. കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആഗ്രഹിച്ച് എന്തെങ്കിലും കിട്ടിയിട്ടില്ല എങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആവില്ല. ഭഗവാന്റെ തീരുമാനം, ഭഗവാന്റെ ഇച്ഛ, ഭഗവാൻ പറയുന്ന പോലെ നടക്കട്ടെ എന്ന ഭാവത്തിൽ അവരങ്ങ് പോകും. അതേ സമയത്ത് ഭഗവാനെ അറിയാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിൽ അവർ വയലന്റ് ആണ്, ഭയങ്കര വയലൻസ് ആണ് അവർ. അപ്പൊ എന്തിനാ അങ്ങനെ ഒരു വയലൻസിന്റെ ആവശ്യം? ജയ ശ്രീ രാധേ രാധേ. അങ്ങനെ ഒരു വയലൻസിന്റെ ആവശ്യം എന്താ? വയലൻസ് വേണ്ട നമുക്ക് ജീവിതത്തിൽ. സമാധാനം മാത്രം മതി. അതെ അതെ അതെ. ഒരിക്കലും യോജിക്കാത്ത 2 ധ്രുവങ്ങൾ അമ്മായിമ്മയും മരുമക്കൾ. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മളൊന്ന് യോജിക്കാൻ ശ്രമിക്കുക. കുറച്ചൊന്ന് നമ്മളൊന്ന് യോജിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സർ പേരൊന്ന് പറയാമോ? ഓക്കെ, ഞാൻ സാർ ഒരു 1 അവറിനുള്ളിൽ സാറിനെ തിരിച്ചു വിളിക്കാൻ, ലൈവ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കാൻ നമ്പർ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. അപ്പം നമ്മൾ എന്താ വേണ്ടത്? സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മൾ തന്നെ നമുക്ക് ചുറ്റും ഉണ്ടാക്കിയെടുക്കുക, ഒരു ഓറ ഉണ്ടാക്കിയെടുക്കുക. വഴക്കിന് വരുന്നത് ആരായാലും ശരി, അവിടെ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക.
തിരിച്ച് വഴക്കിടാതിരിക്കുക. അങ്ങനെയൊക്കെ നമ്മളൊന്നിങ്ങനെ സന്തോഷത്തോടെ നമ്മുടേതായ ഒരു ലോകത്ത് ജീവിക്കുക. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, എന്താ പറയുക, ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെ അമ്മായിയമ്മയുണ്ട്, അമ്മായിയപ്പനുണ്ട്. അവർക്ക് എന്തായാലും ഒരു 55, 60, 65 വയസ്സൊക്കെ കാണും അല്ലേ. അപ്പോൾ ഈ 10, 25, 30, 22 വയസ്സുള്ള നമ്മളാണോ മാറേണ്ടത്, അവരാണോ മാറേണ്ടത്? നമ്മൾ മാറിയാൽ മതി, നമ്മൾ മാത്രം മാറിയാൽ മതി. അവരെ നമ്മൾ മാറ്റാൻ നോക്കണ്ട. പണ്ട് ആദ്യമൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നൈയിൽ വന്ന സമയത്ത് ഇവരുടെയൊക്കെ തമിഴ് ഫുഡാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. എനിക്കാണെങ്കിൽ കേരള ഫുഡും രണ്ടും ഒത്തു വരില്ല. ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ അന്ന് കേരളത്തിൽ അരിയൊന്നും ഇവിടെ കിട്ടത്തില്ല ചെന്നൈയിൽ. അച്ഛൻ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അരി ട്രെയിനിൽ കയറ്റിയൊക്കെ വിടുമായിരുന്നു. അരിയും കപ്പ സാധനങ്ങളൊക്കെ വിടുമായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഒരു കലം വീട്ടിൽ വെക്കും ഈ ഉണ്ടച്ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. എനിക്ക് തമിഴ്നാട് റൈസ് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. അത് എപ്പോഴും പറയില്ല, വല്ലപ്പോഴൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ശരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടവും വരും. പക്ഷെ പോകെ പോകെ അമ്മച്ചിയുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ചേക്ക് ഞാൻ മാറണം എന്നുള്ളത് എൻ്റെ ഒരു തോന്നലായി. ഇപ്പം ഞാൻ കഴിക്കുന്നത് തമിഴ്നാട് റൈസാണ്. ഇവിടെ ഉണ്ട് കേരള റൈസ് ഉണ്ട്, എങ്കിലും അത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. നമുക്ക് പരാതികളില്ല, മനസ്സിലായില്ലേ? അപ്പം അവർക്കും പ്രശ്നമില്ല. അപ്പം നമ്മൾ അവർക്കൊപ്പം നമ്മൾ മാറാൻ ശ്രമിക്കുക. നമ്മളായിട്ട് നമ്മുടേതായ ഒരു ചട്ടക്കൂട്ടിൽ നമ്മൾ അങ്ങ് ജീവിക്കാൻ നോക്കണ്ട. അത് തെറ്റിപ്പോവും, നമ്മുടെ ജീവിതം വേസ്റ്റ് ആയി പോകും, മനസ്സമാധാനം പോയി പോകും നമുക്ക്. അപ്പം നമ്മൾ കയറി ചെല്ലുന്ന വീട് എന്താണോ ആ വീട്ടിലുള്ള സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ സ്വയം മാറുകയാണെങ്കിൽ നമുക്ക് വേദനിക്കേണ്ടി വരില്ല. കാലങ്ങൾക്ക് ഇപ്പം അമ്മച്ചിക്ക് ഞാനില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോലെ ഒരു ദിവസം ഒരു 10 കോളെങ്കിലും ചെയ്യും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് വേണം, ഇത് വേണം, അങ്ങനെയാണ്, എവിടെയാണ്, എന്താണ്, ഷൂട്ടിലാണോ, യാത്രയിലാണോ, എന്താണ്. അപ്പം അങ്ങനെ ഒരു സ്മൂത്തായ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായില്ലേ? നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഉയർന്ന് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെ മനസമാധാനം പോവും. നമ്മൾ നല്ല രീതിയിൽ കല്യാണമൊക്കെ കഴിച്ച് ചെല്ലുന്നത്, അല്ലെങ്കിൽ 4 സുഹൃത്തുക്കളായിട്ട് ജീവിക്കുമ്പം നമ്മൾ അവിടെ ഒരു സമാധാനമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടി നമ്മുടെ സന്തോഷങ്ങൾ മാറ്റിവെക്കാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതും ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരാൾ സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ കാരണക്കാരാവാണെങ്കിൽ ഇരിക്കട്ടെന്ന് നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പം അടിയും പിടിയും ബഹളവും വേർതിരിവൊന്നും വീട്ടിലുണ്ടാവില്ല. ഭഗവാനും അത് തന്നെയാണ് പറയുന്നത്. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ശ്രീ ഭഗവാൻ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഏട്ടാ ഞാൻ തിരിച്ചു വിളിക്കട്ടെ? ആ സന്തോഷ് ഏട്ടാ ഞാൻ തിരിച്ചു വിളിക്കട്ടെ? വർക്ക ഏട്ടാ ഇന്നലെ പറഞ്ഞ സിനിമയുടെ അല്ലേ, സീരിയൽ കുടുംബത്തിൽ പറഞ്ഞ? ഏട്ടാ ഞാൻ വിളിക്കാം, ഒരു അരമണിക്കൂർ കേട്ടോ. ശരി ശരി ശരി, ഓക്കെ. അത് അയക്കുന്ന ഫോണിലാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെയ്യാം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാനെ അറിയാത്ത വ്യക്തികൾക്ക് പ്രകൃതി ഗുണങ്ങളിൽ നിന്ന്, പ്രകൃതി ശക്തിയിൽ നിന്ന് ഒരിക്കലും മോചിക്കപ്പെടാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ മോചിക്കപ്പെടാൻ പറ്റില്ല എന്ന് ശ്രീ ഭഗവാൻ 7-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഭൗതിക തലത്തിൽ ഏറ്റവും അറിവുള്ള ആൾക്കും സൈദ്ധാന്തി ജ്ഞാനം കൊണ്ടോ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടോ മായയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഭഗവാനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവും, മായയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റൂ. ഭഗവാനെ അറിയാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും മായയിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. നമ്മൾ മായയിൽ തന്നെ പെട്ടുപോകും. ഭഗവാൻ അത് പറയുന്നുണ്ട്. നമ്മൾ ഉറങ്ങി തീർക്കും നമ്മുടെ ജീവിതം, വഴക്കിട്ട് തീർക്കും, ബഹളം ഉണ്ടാക്കി തീർക്കും, ചിരിക്കാതെ ചിന്തിക്കാതെ പരസ്പരം ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തി ഏറ്റവും അടുത്ത ബന്ധങ്ങൾ പോലും കുരുക്ഷേത്രവും മറ്റേ യുദ്ധഭൂമി പോലെ പാണ്ഡവരെയും കൗരവന്മാരെയും പോലെ പരസ്പരം വഴക്കിട്ട് ദേഷ്യപ്പെട്ട് പ്രതികാരം ചെയ്ത് അങ്ങനെ തീരും നമ്മുടെ ജന്മം. അതെല്ലാം മാറ്റിയിട്ട് രാവിലത്തെ ആ സൂര്യോദയം കാണുമ്പോൾ ഭഗവാനെ ആലോചിച്ചുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്ത്, ഇനി അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് വണങ്ങിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എത്ര സമാധാനം ഉണ്ടാവും അറിയാമോ? അതർവൈസ് നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല ജീവിതത്തിൽ. ഇഷ്ടമില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തേക്കൂ. ഇഷ്ടമില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ എന്ന് കരുതി ഭർത്താവിനെയും ഭാര്യനെയും മറ്റേ അമ്മായിയമ്മനെയും അമ്മായിയച്ഛനെയും ഉപേക്ഷിക്കാനല്ല പറയുന്നത്. അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അവരോട് നിന്ന് പൊരുതരുത്. സൈലന്റ് ആയിട്ട് ക്ഷമയോടെ കേട്ട് നിൽക്കുക. ഭർത്താവിനോടായാലും പൊരുതാൻ നിൽക്കണ്ട. നമ്മുടെ നെഞ്ച് പൊട്ടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്, പക്ഷെ പൊരുതരുത്. അതൊരു ഭംഗിയില്ല. എവിടെയാണോ ഒരു എന്താ പറയാ, ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ തലയിൽ കയറി അടിയും പിടിയും ബഹളം ഉണ്ടാക്കുന്നത്, ആ വീട്ടിൽ മൂദേവിയാണ് വസിക്കുക, ശ്രീദേവി വസിക്കില്ല ആ വീട്ടില്. ഏത് കുടുംബത്താണോ സ്ത്രീയുടെ ശബ്ദം അമിതമായി പൊങ്ങുന്നത്, ആ വീട് മൂദേവിയുടെ വാസസ്ഥലമാണ്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭവ്യതയുണ്ട്.
അവർ കളിക്കുകയും ചിരിക്കുകയും തമാശ പറയും, ആ ചിരി മാത്രമുള്ള ഒരു വീടെന്ന് പറയുമ്പം പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അവിടെ മൂദേവിക്ക് വാസം കൊടുക്കരുത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്ത്രീകൾ മാക്സിമം ക്ഷമയോടെ ജീവിക്കുക. ഫോട്ടോ അയക്കാം അമ്മേന്, ഈ ഫോണിലാണ്, ഈ ലൈവ് എടുക്കുന്ന ഫോണിലാണ്. അതിപ്പം എനിക്ക് അയക്കുമ്പോൾ ലൈവ് കട്ടായി പോകും. സാരില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അയക്കാം. ഒരു പുതിയ പടം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ മൂദേവിക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കരുത്. കുട്ടികളോട് ഇങ്ങനെ ഹൈ വോളിയത്തിൽ ബഹളം ഉണ്ടാക്കുക, അതുപോലെ അച്ഛനമ്മമാരോട് ബഹളം ഉണ്ടാക്കുക, ഭർത്താവിനോട് ബഹളം ഉണ്ടാക്കുക, മിണ്ടാതെ നടക്കുക, കുളിക്കാതെ ഇരിക്കുക, അതൊക്കെ വളരെ മോശമാണ്. അങ്ങനെയൊന്നും നമ്മൾ ആരും ജീവിക്കരുത്. ഭഗവാൻ അത് കൃത്യമായി പറയുന്നുണ്ട് നമ്മളോട്. ഭഗവാനെ അനുസരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയൊന്നും ചെയ്യില്ല. ഭഗവാനെ ഇഷ്ടമുള്ള ഒരു വ്യക്തി അങ്ങനെയൊന്നും ചെയ്യില്ല. മനസ്സിലായി? നമുക്ക് വൈയായികകളൊക്കെ ഉണ്ടാവും, എന്നാലും അതിനെയൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പോകെ പോകെ ഇനി നമ്മുടെ ആരോഗ്യം കൂടി വരികയല്ല ചെയ്യുന്നത്, കുറഞ്ഞു വരികയാണ്. അപ്പം എന്താ പറയാ, ഭർത്താവ് തല്ലിയാ തിരിച്ചു കൊടുക്കാൻ പോകുന്നു? ഒരിക്കലും പാടില്ല. ആ തല്ലൊക്കെ അങ്ങ് മേടിച്ചിരുന്നോന്നേ, ഇച്ചിരി കഴിയുമ്പോൾ വന്ന് സോറി പറഞ്ഞോളൂ. അങ്ങനെ വലിയ ക്രൂരന്മാരൊന്നുമല്ല ഒരാണുങ്ങളും ഒരു പുരുഷന്മാരും. ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ അവരുടെ സ്വഭാവമൊക്കെ നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ മാറിയേക്കാം. ഷൗട്ടിങ്ങും ബഹളവും എല്ലാം ഉണ്ടായേക്കാം, സ്വാഭാവികം. നമ്മൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി പുറത്തു വരിക. കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നീ എന്തിനാടാമാരെ ചിരിക്കുന്നത്? 17 വയസ്സല്ല, നിനക്ക് എന്തോന്നറിയാം ഈ കാര്യത്തിൽ? മിണ്ടാണ്ട് അവിടെ ഇരുന്നോ നീ? നിന്നെ കെട്ടിക്കാൻ പ്രായമാകുമ്പോൾ ഞങ്ങൾ മഞ്ജരീസ് കുടുംബങ്ങൾ ആലോചിച്ച് കെട്ടിച്ചോളൂ, അപ്പം നീ ചിരിച്ചാൽ മതി, കേട്ടല്ലോ? അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ ക്ഷമ പാലിക്കുക ജീവിതത്തിൽ. ക്ഷമ പാലിച്ച് നമ്മൾ എന്താ പറയുക, വയലൻസ് ഒഴിവാക്കുക ജീവിതത്തിൽ നിന്ന്. വയലൻസ് ഒഴിവാക്കി അമ്മായിയമ്മയും അമ്മായിയപ്പനൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ചിലപ്പം എന്താ പറയുക, ഒരു ഇഷ്ടക്കേടുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് സഹിക്കുക. നമുക്ക് മനസ്സമാധാനം വേണോ, നമ്മൾ മിണ്ടാണ്ടിരിക്കുക. അങ്ങനെ മിണ്ടാണ്ടിരുന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു സ്വൈര്യം കിട്ടും ജീവിതത്തിൽ. മറ്റേതെന്താണെന്നറിയോ, ഭഗവാനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വിട്ടുപോകും നമുക്ക്. മനസ്സിലായില്ലേ? ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമുക്ക് വിട്ടുപോകും. കാരണം എന്താ, നമ്മളും വയലന്റ് ആകുമ്പോൾ അവിടെ വരുന്നത് മൂദേവിയാണ്. അപ്പൊ അങ്ങനെ വീടുകളൊക്കെ ഒന്ന് ശബ്ദം കുറച്ച്, അതുകൊണ്ടാണ് പഴയ കാലത്തെ ആൾക്കാർ വീടടങ്ങി സംസാരിക്കാൻ പറയുന്നത് പെണ്ണുങ്ങളോട്. എൻ്റെ അച്ഛൻ്റെ വീട്ടിലേ, എൻ്റെ അച്ഛൻ്റെ വീട്, അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ തറവാട്, ഇപ്പോഴും ആ വീടിന്റെ ഉമ്മറത്തേക്ക് സ്ത്രീകൾ ആരും വരില്ല, ഞാൻ മാത്രമേ വരാറുള്ളൂ. അപ്പൊ ഞാൻ സ്ത്രീയല്ലേ എന്ന് ചോദിക്കരുത്. എന്തോ എനിക്കതിനുള്ള സ്വാതന്ത്ര്യം എൻ്റെ വല്യച്ഛന്മാർ തന്നിട്ടുണ്ട്. ആരും വീടിന്റെ ഫ്രണ്ട് വഴി കയറാറില്ല, പിന്നിലൂടെയാണ് ഞങ്ങൾ ലേഡീസ് എല്ലാവരും കയറാറ്. ഞാൻ ഫ്രണ്ട് വഴി കയറി, കാരണം ഞാൻ ഇവരുടെയൊക്കെ പെറ്റായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കൺസിഡറേഷൻ കിട്ടി. എന്നാൽ കൂടിയും എൻ്റെ ഏട്ടന്മാരോ വല്യച്ഛന്മാരൊക്കെ ഇരിക്കുകയാണെങ്കിൽ, പാപ്പന്മാരൊക്കെ ഇരിക്കുകയാണ്, അവരുടെ അടുത്ത് മറ്റൊരാൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഉമ്മറത്തേക്ക് പോവില്ല. അങ്ങനെ ഒരു ചിട്ടയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോഴും. കാല് കയറ്റി വെച്ചിരിക്കില്ല, കാല് നീട്ടി വെച്ചിരിക്കില്ല, കാല് കവച്ച് വെച്ചിരിക്കില്ല, സന്ധ്യയ്ക്ക് മുടി ചെയ്യാൻ സമ്മതിക്കില്ല, രാവിലെ ഒരു 6 മണിക്ക് ശേഷം കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല, ചോറ് പുറത്ത് കളയാൻ സമ്മതിക്കില്ല. ഒരുപാട് റൂൾസ് ഉണ്ട്. പീരീഡ്സ് ആയി കഴിഞ്ഞാൽ 5 ദിവസം വീട്ടിൽ കയറില്ല, അകത്ത് കയറില്ല. ഇങ്ങനെ ഒത്തിരി 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 നിയമങ്ങളുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജീവിച്ച് വളർന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും. ശബ്ദം എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അച്ഛനൊരു വിളി വിളിക്കും, അമ്പിളി എന്നൊരു വിളി വിളിക്കും. അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ചെറുതിനോട്, ലക്ഷ്മിനോടൊന്ന് ഷൗട്ട് ചെയ്താൽ പോലും അച്ഛൻ പറയും, നിമിഷേ. പിന്നെ അവിടെ ഒരു മൊട്ടുസൂചി വീഴുന്ന ശബ്ദം കേൾക്കും. മനസ്സിലായില്ല? ഒരു മൊട്ടുസൂചി അവിടെ വീണാൽ ആ ശബ്ദം അവിടെ കേൾക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ ക്ഷമ പാലിക്കുക. ഒട്ടും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയിട്ട് വീട്ടിലോട്ട് വരാം. അതല്ല എങ്കിൽ നമ്മൾ നന്നായിട്ട് ക്ഷമയോടുകൂടി അവരെ ബഹുമാനിച്ച് അവരോടുള്ള കടമകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം ജീവിതത്തിൽ വരും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു മൂദേവി വാസം പിടിച്ച സ്ഥലം പോലെ ആയിപ്പോകും. അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ. പിന്നെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വിജ്ഞാനപരമായി വളരെ പുരോഗമിച്ചവരെന്ന് ഭാവിക്കുന്ന അനേകം ആധ്യാത്മിക ചിന്തകരുണ്ട്, അല്ലെ? ചില ആളുകളുടെ വിചാരം എന്താണെന്നറിയോ, ഗീതയുടെ ഒരു 4 പേജായിരിക്കും വായിച്ചിട്ടുണ്ട്. പോട്ടെ, ഗീത തന്നെ വായിച്ചു എന്ന് വെച്ചോട്ടെ, എല്ലാം തികഞ്ഞ വ്യക്തി ഞാനാണെന്നുള്ളൊരു ഭാവത്തിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? എല്ലാം തികഞ്ഞ വ്യക്തി. നമുക്കൊന്നും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊന്നും ഗീത, ഇപ്പം നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വായിച്ച് ക്ലാസ് എടുത്തത്. അപ്പം നിങ്ങളില്ല, എന്നെ കൊണ്ട് അതും പറ്റൂലായിരുന്നു, ഞാൻ അതും ചെയ്യില്ല. അപ്പം നമ്മളാരും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നുമല്ല, തികയാനും പോണില്ല, പ്രത്യേകിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ. ചില വ്യക്തികളുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവമാണ്. അവരാണ് എ കംപ്ലീറ്റ് എന്താ പറയാ മാൻ എന്ന് പറയുന്നത്, അല്ലെ വുമൻ എന്ന് പറയുന്നത്. അവർക്കെല്ലാം അറിയാം, അവരെ കവിച്ചു വെക്കാൻ ആരും ഇല്ല എന്ന ഭാവത്തിലാണ് ചില ആളുകളുടെ ബിഹേവിയർ. എന്തിനാ ഇങ്ങനെ ഒരു തലക്കനം? നമ്മളെല്ലാവരും ഒന്നല്ലേ, ഒരേപോലെയല്ലേ? അപ്പൊ ഒരു തലക്കനത്തിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? നമ്മളെല്ലാവരുടെയും ശിരസ് കുനിയേണ്ടത് എവിടെയാണ്? ഭഗവാന്റെ മുന്നിലാണ്. ആരുടെ തൃപ്പാദങ്ങളിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? ഭഗവാന്റെ തൃപ്പാദങ്ങളിലാണ്. എല്ലാം അറിയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ട് അഹങ്കാരം കാണിച്ചു കിടന്നിട്ട് എന്താ പ്രയോജനമുള്ളത്? ഒരു പ്രയോജനവും ഇല്ല. എത്രത്തോളം എളിമയിൽ ജീവിക്കാൻ പറ്റും അത്രത്തോളം ശാശ്വതമായ ഒരു ജീവിതം നമുക്ക് കിട്ടും.
അതല്ല എങ്കിൽ ആ ജീവിതത്തിന്റെ പകുതിയിൽ വെച്ച് നമ്മൾ നശിച്ചു പോകും. നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. മനസ്സിലായോ? എന്നാൽ ആന്തരികമായി അവർക്ക് തങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രകൃതി ഗുണവിശേഷങ്ങൾക്ക് പൂർണ്ണമായും അടിമകളാണ്. ചില വ്യക്തികൾ എല്ലാം അറിയുന്ന, എന്താ പറയാ, താരാന്നല്ല മാതാജി, ഇവിടെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഗീതയിൽ മാതാജി 213 പേജ് എടുത്തിട്ട് എന്താ പറയാ, കർമ്മയോഗത്തിന്റെ 3-ാം അധ്യായത്തിൽ എടുത്തു നോക്കിയാൽ അവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെന്നും. ആ വ്യക്തികളാണെങ്കിലോ അവർക്ക് സത്വഗുണം മാത്രമായിരിക്കില്ല, രജോ തമോ ഗുണങ്ങൾ ഉണ്ടാവും. ആ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾക്കത് അറിയില്ലായിരിക്കാം, ചിലപ്പോൾ അറിയാമായിരിക്കാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് നമ്മുടേതായ രീതിയിൽ സത്വഗുണ സമ്പൂർണമായിട്ട് ജീവിച്ചു പോവുക. നമുക്കൊന്നും അറിയില്ലെന്നേ. നമ്മൾ ഇപ്പോഴും പഠിതാക്കളാണ്, അല്ലെ? പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നമ്മളെല്ലാവരും. ആരും ഒരു 10 ശ്ലോകം കാണാപ്പാടം ചൊല്ലിയെന്ന് ഓർത്തിട്ട് അറിവിന്റെ നിറകുടമായിട്ടൊന്നും മാറുന്നില്ല. സമ്പൂർണമായിരിക്കുന്ന നിഘണ്ടുവായിട്ട് ആരും മാറുന്നില്ല. പരിമിതികളിലൂടെ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. നമുക്കൊന്നും ഭഗവാനെ കുറിച്ചുള്ള ഈ ഒരു അറിവൊന്നും നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എവിടെ നിന്നും കിട്ടില്ല. നമുക്ക് പഠിച്ചു തീരുവില്ല. ജയപതാക് മഹാരാജ് വരെ പറയുന്നു ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അത് ചോദിക്കുക. അപ്പൊ അദ്ദേഹം പോലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളൊക്കെ ആരാണ്? നമുക്കൊന്നും ഒരു അറിവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, മഹാപണ്ഡിതനായാലും ശരി, ഭൗതിക പ്രകൃതിയുമായുള്ള നിരന്തര സമ്പർക്കത്തിൽ അയാൾ ബന്ധനത്തിൽ തന്നെയാണ്. എങ്ങനെ എന്താ പറയാ, എല്ലാം തികഞ്ഞ അറിവുള്ള ഒരാളാണെന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കാരും അവർ മഹാപണ്ഡിതന്മാരാണെങ്കിൽ കൂടിയും അവര് എന്താ പറയുന്നത്, ഞാനെന്ന ഭാവത്തിലേക്ക് വരുമ്പോഴേക്കും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ പോയി പെട്ടുപോകും. സത്വഗുണം മാറ്റി വെച്ചിട്ട് രജോ തമോ ഗുണങ്ങളിൽ പോയി അവർ പെടും. അപ്പൊ അവർക്ക് എന്തായി? ഞാനെന്ന ഭാവമായി, അഹങ്കാരമായി, ധിക്കാരമായി, എന്താ പറയാ, ആരെയും മനസ്സിലാക്കാത്ത പ്രകൃതമായി, അവർ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു ഭാവമായി. അപ്പം ആ രീതിയിലോട്ട് എന്തായി പോവും? നമ്മൾ വീണ് പോവും. അപ്പൊ നമുക്ക് അതൊന്നും വേണ്ട. നമ്മൾ എന്തറിയുന്ന ആൾക്കാർ, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എടുത്ത ക്ലാസ്സുകളെല്ലാം വീണ്ടും ഒന്നുകൂടി എടുക്കുകയാണെങ്കിൽ പുതിയ അറിവാണ് അതിൽ നിന്ന് കിട്ടുക. അങ്ങനെ 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 നമ്മളിങ്ങനെ ഏറ്റവും താഴ്ന്ന നിലയിലൂടെ നമ്മൾ ജീവിച്ചു പോവുക. നമുക്ക് എവിടെ ഒരു നേതൃത്വമായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലേ. നമ്മുടെ നേതാവ് എന്ന് പറയുന്ന ഭഗവാൻ ഗുരുവായൂരപ്പനാണ്. സ്ഥാനമാനങ്ങൾക്കോ പണത്തിനോ പ്രശസ്തിക്കോ ഒന്നും നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ ഭഗവാനെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാം. ഭഗവാനുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശാശ്വതമായിട്ടുള്ളൊരു ജീവിതം നമുക്കുണ്ടാവും. അല്ലാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുന്നു പറഞ്ഞ പോലെ മേലെ പോയി നിന്നിട്ട് നമ്മൾ താഴേക്ക് വീഴും. എന്തിനാ അത്? നമ്മൾ മേലെ കയറേ വേണ്ട, നമുക്ക് താഴെ തന്നെ നിന്നാൽ മതി. അതാണ് ശാശ്വതമായത്. ക്ലിയർ? പിന്നെന്താ പറയുന്നത് വെച്ചാൽ, മറിച്ച് ഭൗതിക നിലനിൽപ്പിനായി തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരാൾക്ക് കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ അത് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. നമ്മൾ കുറേ എന്താ പറയാ, നമുക്കിപ്പോൾ കുറേ അറിവൊക്കെ ഉണ്ട് എന്നൊക്കെ കരുതാം. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭൗതിക ഗുണങ്ങളിൽ ഇങ്ങനെ ജീവിച്ചു പോവാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കേ, ഇനിയിപ്പോൾ അറിവുള്ള വ്യക്തിയാണെങ്കിലും അറിവില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ശരി, അങ്ങനെ ജീവിക്കുമ്പോൾ ഭൗതിക ത്രിഗുണങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ആ ത്രിഗുണങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. ഭഗവാൻ നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തരും. കൃഷ്ണാവബോധം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് തെറ്റിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ നമുക്ക് തരും. നമ്മൾ തെറ്റിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും. സമാധാനത്തോടെ നമുക്ക് ജീവിക്കാനും പറ്റും. അതുകൊണ്ട് പൂർണ്ണമായും കൃഷ്ണാവബോധവാനാകാതെ ആരും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. നമുക്കെല്ലാവർക്കും ഒരു കർമ്മം ചെയ്യാനുണ്ട്, അല്ലെ? ഇപ്പൊ എന്റെ ജോലി ഇന്നതാണ്, എനിക്ക് ഇന്ന ജോലി ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഇതാണ്. അതൊക്കെ നമ്മുടെ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് പോവാ. എങ്ങനെ? സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനേന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും തോൽക്കേണ്ടി വരില്ല. നമ്മൾ ഒരു മായയിലും പെടില്ല. ആരൊക്കെ നമ്മളെ പെടുത്താൻ നോക്കിയാലും ഭഗവാൻ നമ്മളെ ഊരിക്കൊണ്ടുവരും. മനസ്സിലാവുന്നില്ലേ? പൊടുന്നനെ തന്നെ ഒരാൾ തന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഒരു യോഗിയോ അതീന്ദ്രവാദിയോ ആയി അഭിനയിക്കരുത്. കൃത്യമായി ഭഗവാൻ പറയുന്നു. പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജോലിയും കൂലിയും വീടും നാടും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഭഗവാന് മാത്രം ശരണം പ്രാപിച്ചിരിക്കുന്നു, അതീന്ദ്രിയ ജീവിതത്തിലാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു യോഗിയായിട്ടോ അല്ലെങ്കിൽ ഒരു സന്യാസിയായിട്ടോ ഒരു അതീന്ദ്രിയവാദിയായിട്ടൊന്നും നമ്മൾ ജീവിക്കാൻ പാടില്ല. അങ്ങനെ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പെട്ടെന്നൊരു ദിവസം ഒരു സന്യാസി ഉണ്ടാവില്ല, പെട്ടെന്നൊരു ദിവസം ഒരു യോഗി ഉണ്ടാവില്ല. ഇപ്പൊ ഇസ്കോണിൽ വെച്ചിട്ടൊക്കെ സന്യാസം സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജഗസാക്ഷി പ്രഭു പോലും അത് സ്വീകരിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? കാലങ്ങൾ കുറേ ഉണ്ട്, ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അതിന് ഒത്തിരി പ്രോസസ്സ് ഉണ്ട്. പെട്ടെന്നൊരു ദിവസം ഒന്നും നമുക്ക് ഒരിക്കലും ഒരു സന്യാസ ദീക്ഷ കിട്ടില്ല. അത് ആണിനായാലും പെണ്ണായാലും കിട്ടില്ല. പോട്ടെ, ഒരു എന്താ പറയാ, ഗുരുവാശ്രയം പോലും നമുക്ക് കിട്ടില്ല. പെട്ടെന്നൊന്നും കിട്ടുന്ന കാര്യമല്ല അത്. അത്രത്തോളം നമ്മുടെ മനസ്സും ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം മാറി അത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഗുരുവായൂരപ്പനും കൂടെ നിശ്ചയിച്ചാലേ അതൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ.
മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്നൊരു ഗുരുവാശ്രയം കിട്ടില്ല, പെട്ടെന്നൊരു എന്താ പറയാ ബ്രാഹ്മൺ ദീക്ഷ കിട്ടില്ല, ഗായത്രി ദീക്ഷ കിട്ടില്ല, ഹരിനാമ ദീക്ഷ കിട്ടില്ല. ഇതൊന്നും നമുക്ക് വില കൊടുത്താൽ പോലും പെട്ടെന്ന് കിട്ടാത്തൊരു കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും ശരി, അതിന് ഭഗവാൻ നിശ്ചയിക്കുന്ന ഒരു സമയം, ഭഗവാൻ ഒരു സമയം നിശ്ചയിച്ച് ഭഗവാൻ നമ്മളെ വിളിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടൂ. അതും അതിൻ്റെതായ വലിയ വലിയ യജ്ഞങ്ങളൊക്കെ ഉണ്ട്. ദീക്ഷ എടുക്കുന്നതിന്റെ പ്രോസസ്സൊക്കെ ഒന്ന് ഇസ്കോണിന്റെ ആ ഒരു എന്താ പറയാ യൂട്യൂബിലൊക്കെ പോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദീക്ഷ കിട്ടുന്നതിന് എത്രമാത്രം നിയമങ്ങളുണ്ട്, എത്രമാത്രം ഇന്റർവ്യൂസ് ഉണ്ട്, എത്രമാത്രം എന്താ പറയാ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതൊന്നും അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കിട്ടുന്ന ഒരു സംഭവമല്ല ദീക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല എന്നും എല്ലാ നിർദ്ദിഷ്ട കർമ്മങ്ങളും ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു യോഗിയോ അതീന്ദ്രിയവാദിയായിട്ടൊന്നും അഭിനയിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ ഇവിടെ ഗീതയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഉത്തമമായ പരിശീലനം വഴി കൃഷ്ണാവബോധം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ, അതിപ്പം ഞാനിത് ഈ ജോലി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, അപ്പം ആ ഒരു ജോലിയിൽ നിന്ന് ഇരുന്നുകൊണ്ട് ഇപ്പം നിങ്ങൾ ടീച്ചർ ആവാൻ, ഡോക്ടർ ആവാൻ, എഞ്ചിനീയർ ആവാൻ, ഇനി ജോലി ഇല്ലാത്ത ഒരാളാവാം. ആ ഏതൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൃഷ്ണാവബോധം നമ്മൾ പരിശീലിക്കുക. മനസ്സിലാകുന്നു? കൃഷ്ണാവബോധം പരിശീലിച്ചിട്ട് നമ്മൾ ഉയർന്നു വരിക. അല്ലാതെ ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ വലിയ സംഭവ ബഹുലമായ വ്യക്തികളാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്താ പറയാ ആവരുത്. അങ്ങനെ ആവരുത്, അത് വേസ്റ്റാണ്. അങ്ങനെ ഭഗവാൻ ആക്കൂല നമ്മളെ. നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക ആദ്യം. ഞാൻ ഇതാണ്, എനിക്ക് ഇങ്ങനെ ആവാനേ പറ്റൂ. അല്ലാതെ ഇപ്പം ഞാൻ മഞ്ജരീസിൽ ക്ലാസ് എടുക്കുന്ന മാതാജിയാണ്, എല്ലാവരും എൻ്റെ കാലിൽ നമസ്കരിക്കണം, ഞാൻ മാതാജിയിൽ തന്നെ വിളിച്ച് സംസാരിക്കണം, ഇതൊന്നും നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങളാണ്. അതൊന്നും അർഹിക്കപ്പെടേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. നമ്മളും നിങ്ങളും ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? ഞാൻ നീ എന്ന വേർതിരിവ് അവിടെ ഇല്ല. ഒരേപോലെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ ഗീത നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരേപോലെ പ്രാക്ടീസ് ചെയ്യുക. ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും തുല്യരാണ്. ഒരാൾ വലുത്, ഒരാൾ ചെറുത്, അങ്ങനെയൊന്നും ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് അടങ്ങി ഒതുങ്ങി, നമ്മളിൽ ഒരു കഴിവില്ല, ഒരു ഗുണവും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തലയിലെടുത്ത് വെക്കുക. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇത്രയിടം വരെ ജീവിച്ചെത്തിയത്, അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടൊന്നും അല്ല. അപ്പൊ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ജീവിച്ചു പോവുക. ക്ലിയർ? അങ്ങനെ ചെയ്താൽ ഭഗവാൻ കൃഷ്ണന്റെ മായാവലയത്തിൽ നിന്നും എന്താ പറയുന്നത് മോചനം ലഭിക്കും. നമ്മൾ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ച് ജീവിക്കുവാണെങ്കിൽ ഈ ഒരു മായാവലയത്തിൽ നിന്ന് കൃഷ്ണൻ നമ്മളെ മോചിപ്പിച്ചു കൊണ്ടുവരും. ഇല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ പോകും. ഒരു സ്വസ്ഥതയും ജീവിതത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? ഇതാണ് 33ാമത്തെ ശ്ലോകം. അത് കഴിഞ്ഞു കേട്ടോ. ഇനി 34. സ്പീഡ് കൂടുതലാണോ? എന്തെങ്കിലും ഒരു റിപ്ലൈ? എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓരോ ലൈൻസ് എടുത്തെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ പറയുന്നത്. ഇനി അത് മനസ്സിലാവാത്ത ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ക്ലാസ് സ്പീഡായിട്ട് പോകുന്നുണ്ടോ? എനിക്ക് മെസ്സേജ് ഇടാമോ? കമന്റ് ഇടാമോ? അല്ല, മനസ്സിലാവുന്നുണ്ടല്ലേ? ഇല്ല, കാരണം എനിക്ക് നിർബന്ധമുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണം എന്നുള്ളത്. ഓക്കെ കോമള മാതാജി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സ്പീഡ് കൂടി പോകുന്നുണ്ടോ എന്നുള്ളത്. ക്ലിയർ ആണ്. ഇനി 34ാമത്തെ ശ്ലോകമാണ് കേട്ടോ. ഇന്ദ്രിയാസ്യേന്ദ്രിയ സ്വാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതൗ തയോർനാവശമാഗച്ഛേത്തൗ ഹസ്യ പരിപന്തിനൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ദ്രിയ സംബന്ധങ്ങളായിരിക്കുന്ന വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന്റെ ചില തത്വങ്ങളുണ്ട്. കാരണം ഇന്ദ്രിയ സുഖത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകും, അല്ലെ? ഇന്ദ്രിയ സുഖങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകും. നമുക്ക് എത്ര നോൺ വെജ് കഴിച്ചാലും മതിയാവില്ല, എത്ര ഉറങ്ങിയാലും മതിയാവില്ല. അങ്ങനെ പല പല ഇന്ദ്രിയ സുഖങ്ങളുണ്ട്. TV കണ്ടുകൊണ്ടേയിരിക്കും, എന്ത് ജോലി ഉണ്ടെങ്കിലും അവിടെ ഇട്ടേക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സുഖിച്ചൊരു ലോകത്ത് ഇങ്ങനെ ജീവിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്ക് നമ്മൾ അടിമപ്പെടാൻ പാടില്ല. അപ്പൊ അടിമപ്പെടാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? കുറച്ച് തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ നമ്മൾ പാലിച്ചാൽ നമുക്ക് നാവിന് രുചിയില്ലാത്ത ഭക്ഷണമാണ് കിട്ടിയതെങ്കിലും നമ്മളത് കഴിക്കും, നമ്മൾ വിശപ്പടക്കും. ഇനി ഒരിത്തിരിയൊക്കെ നമുക്ക് ആരോഗ്യം ഉണ്ട് എങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഇല്ലെങ്കിൽ ഉറങ്ങി തീർക്കും നമ്മുടെ ജീവിതം. ഇതൊന്നും പാടില്ല. ചില തത്വങ്ങളുണ്ട്. നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾ നിയന്ത്രിക്കാൻ ചില തത്വങ്ങളുണ്ട്. ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ പാടില്ല. ഒരു മനുഷ്യനും ഇന്ദ്രിയ സുഖങ്ങളിൽ അടിമപ്പെട്ട് പോകരുത്. അങ്ങനെ അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ സുഖിക്കാൻ മാത്രമുള്ള ഒരു ജന്മമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ജന്മം എന്താ വരണേന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും അടിമപ്പെട്ടു പോകരുത് ഒരു ജീവിതത്തിന്. എന്തുകൊണ്ടാണെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങു തടികളാണിവ.
നമ്മൾ അങ്ങനെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയാം, നമുക്ക് ആത്മസാക്ഷാത്കാരം എന്ന് പറയും. ബിന്ദുമേ, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടാതെ പോകും. ഞാൻ കിടക്കുന്ന റൂമിലെ ഷെൽഫിലേ ഇത്രയുള്ള ഒരു കുപ്പിയുണ്ട്, ആ കോടാലി തൈലം ഒന്ന് എടുത്തോണ്ട് വന്നേ. അപ്പം നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിനാണ്, ദിവ്യമാതാജി എപ്പോഴും ഉറക്കം വരുന്നത്, ആത്മസാക്ഷാത്കാരത്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഈ ആത്മസാക്ഷാത്കാരം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് സുജു കൊണ്ടു തന്നതാണ് ഗൾഫിൽ നിന്ന്, കുറെ കൊണ്ടു തന്നു. അപ്പം ആ ഒരു ആത്മസാക്ഷാത്കാരത്തിലൂടെ നമുക്ക് ജീവിച്ച് മുന്നേറണം എന്നാണെങ്കിൽ ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത് ഇന്ദ്രിയ സുഖങ്ങളാണ്. മനസ്സിലാകുമ്പോൾ ഇന്ദ്രിയ സുഖങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു മനസ്സമാധാനം കിട്ടും, ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടും. നമുക്ക് എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും നമുക്കതൊരു പരാതി ആവില്ല. എനിക്കതില്ല, എനിക്കിതില്ല, എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെയുള്ള പരാതി ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഹലോ, ക്ലാസ് തിരുമേനി എപ്പോൾ വിളിച്ചാൽ കിട്ടും? ശരി തിരുമേനി, ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഒരു സമാധാനത്തിൻ്റെ ഒരു പാതയിലൂടെ നമ്മൾ പോകണം. ബഹളവും വഴക്കും ഒന്നും വേണ്ട, എല്ലാം അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള ജാട വേണ്ട. നമുക്ക് ഒന്നും അറിയാം, നമ്മൾ സാധാരണക്കാരായ ആൾക്കാരാണ്. നമുക്കിങ്ങനെ കൈകൂപ്പി നിന്ന് ഭഗവാനെ സ്മരിക്കാനേ അറിയൂ, അതേ അറിയൂ നമുക്ക്. അങ്ങനെ നമ്മൾ പോകണമെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനുമായിട്ട് അടുക്കാനും ആത്മസാക്ഷാത്കാരം കിട്ടാനൊക്കെ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾ, ആസക്തികൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ഇതെല്ലാം ഭഗവാനോട് അടുക്കുന്നതിന് നമുക്ക് എന്താ പറയാ, ഒരു വിലങ്ങുതടിയാണ് ഇതെല്ലാം. അപ്പം ഇങ്ങനെയുള്ള വിലങ്ങുതടി ഒന്നും നമുക്ക് വേണ്ട. ഓക്കെ, കൃഷ്ണാവബോധത്തിലുള്ളവർക്ക് ഭൗതിക ഭോഗങ്ങളിൽ സ്വതേ ആസക്തി കുറയും. നല്ലോണം കൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കതൊരു പ്രശ്നമല്ല. കൃഷ്ണനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ജീവിതത്തിൽ എന്ത് അടിമല മറിഞ്ഞാലും നമ്മളെ തളർത്താൻ കഴിയില്ല. പ്രതികാരവും ഉണ്ടാവില്ല അവർക്ക്, മിണ്ടാണ്ട് അവിടെ ഇരിക്കും. കിട്ടിയാലും കിട്ടി, പോയാലും പോയി എന്ന ഭാവത്തിൽ അങ്ങിരിക്കും. അതാണ് വേണ്ടത്. അതേസമയം കൃഷ്ണനോട് ആസക്തി ഉള്ള ഒരാളാണെങ്കിൽ അവരിങ്ങനെ തുരുതുരുപ്പായിട്ടിരിക്കും. അത് വേണം, ഇത് വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്ന് പറഞ്ഞ് ഞാൻ നടക്കും. നമുക്കതൊന്നും വേണ്ട. നമുക്ക് കൃഷ്ണനോട് നല്ല ആസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ സർവം കൃഷ്ണാർപ്പണ വസ്തു. ഭഗവാൻ എന്ത് തീരുമാനിക്കുന്നു അത് നടക്കട്ടെ. ഭഗവാൻ അറിയാതെ ഈ ഭൂമണ്ഡലത്തിൽ നല്ല ഒരു ഭൂമണ്ഡലത്തിലും ഒരു ഇല പോലും അനങ്ങുന്നില്ല. എല്ലാം അറിയുന്ന കൃഷ്ണൻ നമ്മളെ കൈവിടുന്ന വല്ല തോന്നലും നമുക്കുണ്ടോ? നമ്മളെ കഴിഞ്ഞ ജന്മത്തിന്റെ ഫലങ്ങളാണ് ഈ ദുരിതങ്ങളായിട്ട് വരുന്നത്. അത് ഭഗവാൻ തീർത്തു തരും നമുക്ക്. നമ്മൾ അതിന് പരാതിക്കെട്ടുമായിട്ട് ഭഗവാന്റെ മുന്നിലേക്ക് പോണ്ട. എല്ലാം ഭഗവാൻ അങ്ങ് സമർപ്പിക്കുക. അദ്ദേഹം തീരുമാനിക്കട്ടെ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, പിന്നെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവർ ധർമ്മശാസ്ത്രഭോഗങ്ങളായിരിക്കുന്ന നിബന്ധനകൾ അനുസരിക്കണം. ഭഗവാന്റെ ധാർമ്മികമായിരിക്കുന്ന ശാസ്ത്രങ്ങൾ, ഗീത പോലെയുള്ള ശാസ്ത്രങ്ങൾ, അത് നമ്മൾ അനുസരിക്കണം. അനിയന്ത്രിതമായിരിക്കുന്ന വിഷയ സുഖഭോഗം ഒരാളെ ഭൗതികമായ ബന്ധനത്തിൽ അകപ്പെടുത്തുന്നു. നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ബന്ധനത്തിലേക്ക് പോകും, നമ്മുടെ ഭൗതിക ബന്ധനത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തു കഴിഞ്ഞാല്, സുധി, അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വിഷയ സുഖങ്ങൾ, കുറെ ഉറങ്ങുക, കുറെ തിന്നുക, കുറെ ജോലി ചെയ്യാതിരിക്കുക, വഴക്കിടുക, ഇതൊക്കെ വിഷയ സുഖങ്ങളാണ്. ഈ വിഷയ സുഖങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്നറിയോ? ഈ ഭൗതിക ലോകത്തിൽ ഒരു ബന്ധനത്തിലായി പോകും നമ്മൾ. ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു ദിവസം ഉറങ്ങാൻ നല്ലൊരു സ്ഥലം കിട്ടിയില്ല എന്നവർക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ചുറ്റും നമ്മൾക്ക് ആഗ്രഹമുള്ളതെല്ലാം നമ്മളങ്ങ് ഒഴിവാക്കുക. അച്ഛനെയും അമ്മനെയും ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെയുള്ള നമ്മൾക്ക് ഈ ഭൗതിക ലോകത്ത് ഭയങ്കര ആസക്തി തോന്നുന്ന കുറെ കാര്യങ്ങൾ, കുറെ രുചികളുണ്ട്, കളയാം. വേണ്ട, അതൊന്നും വേണ്ട. എന്തിനും പരാതി പറയുന്ന ചില ആൾക്കാരുണ്ട്. ഈ പരാതിയൊക്കെ ഒന്ന് മാറ്റി വെക്കുക. നമ്മൾ സ്നേഹിക്കുന്ന ഭഗവാൻ കൃഷ്ണനെയാണ്. ആ സ്നേഹം അതുപോലെ നിലനിർത്തുക. ഓക്കെ, എന്നാൽ വൈദിക നിബന്ധനകൾ അനുസരിക്കുന്നവരെ ഇന്ദ്രിയ വിഷയങ്ങൾ കീഴ്പ്പെടുത്തില്ല. നമ്മളിപ്പോ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഈ ഗീതയൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കൊരിക്കലും ഇന്ദ്രിയ സുഖങ്ങളിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അമിതമായിരിക്കുന്ന ഒരു താല്പര്യങ്ങൾക്കും അവർ പോവില്ല. അവർക്ക് ആവശ്യം ഭഗവാനാണ്. ആ ഭഗവാനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അവനവന്റെ ജോലിയും ചെയ്ത് ധാർമ്മികപരമായിരിക്കുന്ന കടമകളും ചെയ്ത് അങ്ങനെ ജീവിച്ചു തീരും. അവർക്ക് പരാതിയും ഇല്ല, ആവശ്യവും ഇല്ല. മനസ്സിലായോ? ഉദാഹരണത്തിന് ബന്ധനായ ആത്മാവിന് ആവശ്യമായ ഒന്നാണ് ലൈംഗിക ബന്ധം, അല്ലെ? ഒരു ഹസ്ബൻഡ് വൈഫ്, അപ്പം ആ ഒരു അവർക്കുള്ളിൽ എന്തായാലും ഒരു ലൈംഗിക ബന്ധം ആവശ്യമാണ്. അത് വിവാഹ ബന്ധനത്തിന് അനുവദീയമാകുന്നു.
വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്തായാലും ലൈംഗികത അവർക്ക് പറ്റും, അവർ ചെയ്യും. അതിനുള്ള ഒരു ലൈസൻസ് നമ്മൾ കൊടുക്കുകയാണ് വിവാഹത്തിലൂടെ. ധർമ്മശാസ്ത്ര നിയമപ്രകാരം ഒരാൾ സ്വഭാര്യ ഒഴികെ മറ്റൊരു സ്ത്രീയെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അതായത് ധർമ്മശാസ്ത്രം നമ്മൾ അനുസരിക്കണം. അപ്പൊ ധർമ്മശാസ്ത്രം അനുസരിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവിനോടല്ലാതെ ഒരു ലൈംഗിക ബന്ധം പുലർത്താൻ പാടില്ല. ഭർത്താവാണെങ്കിൽ സ്വന്തം ഭാര്യയോടല്ലാതെ മറ്റൊരു ലൈംഗിക ബന്ധം പുലർത്താൻ പാടില്ല. ഇത് ധർമ്മശാസ്ത്രം. നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോളൂ, നിങ്ങൾക്ക് താല്പര്യമില്ലേ, നിങ്ങൾ എന്താ പറയാ ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്നാൽ നിങ്ങൾ അടുത്ത പാർട്ട്ണറെ കണ്ടെത്തിക്കോളൂ. ഇനി അതുമല്ല എങ്കിൽ പാർട്ട്ണറേ വേണ്ടതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിച്ചു പൊക്കോളൂ. എന്നാൽ പോലും എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനധികൃതമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളൊന്നും ജീവിതത്തിൽ പാടില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? മറ്റു സ്ത്രീകളെ സ്വന്തം അമ്മയെ പോലെ കരുതണം. അതിനാണ് ഇസ്കോണിൽ മാതാജി എന്ന് വിളിക്കുന്നത്. സ്വന്തം ഭാര്യ ഒഴികെ ബാക്കി എല്ലാവരെയും അമ്മയെ പോലെ കരുതണം, സഹോദരിയെ പോലെ കരുതണം. മനസ്സിലായില്ലേ? ഈ നിബന്ധനകളെല്ലാം ഉണ്ടായിട്ടും ഒരാൾക്ക് പരസ്ത്രീ സംസർഗത്തിൽ ആഗ്രഹം തോന്നിയേക്കാം. ഇങ്ങനെയുള്ള നിബന്ധനകളെല്ലാം ഉണ്ടാവും, പക്ഷെ വേറെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അവർ പുലർത്തും. അതൊക്കെ തെറ്റാണ്. അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ കാഠിന്യമായിരിക്കും അത്. അപ്പൊ അതൊന്നും പാടില്ല എന്നാ പറയുന്നത്. പക്ഷേ ചില നിബന്ധനകൾക്ക് വിധേയമായി വേണമെന്ന് മാത്രം. എന്നിരുന്നാലും ഇത്തരം നിബന്ധനകൾ നമുക്ക് അനുവദിക്കുന്ന സൗജന്യത്തെ ആശ്രയിക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ധർമ്മശാസ്ത്രം തെറ്റിക്കരുതെന്നാ പറയുന്നത്. അനാസക്തിയോടെ വേണം ഈ നിബന്ധനകൾ അനുസരിക്കാൻ. നമുക്ക് ഒരു ആസക്തിയും പാടില്ല. കല്യാണം കഴിഞ്ഞു, നമ്മളൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതിൽ നമ്മൾ ആസക്തിയോടുകൂടി കിടക്കരുത്. അത് നമ്മുടെ ഒരു എന്താ പറയാ അടുത്ത തലമുറയെ ഉരുവാക്കാനുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ആ ഹസ്ബൻഡിന്റെയും വൈഫിന്റെ ഉള്ളിലുള്ള അവരുടെ സ്നേഹം, അതാണ് ആ സെക്സ് എന്ന് പറയുന്നത്. ടു ബി ഫ്രാങ്ക്ലി, അതാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഒരു കല്യാണം കഴിഞ്ഞു കഴിയുമ്പം, അല്ലെ കല്യാണം ഉറപ്പിച്ചു വെച്ച ഒരു പുരുഷനും സ്ത്രീയും ആണെങ്കിൽ, ബിന്ദുമ്മയ്ക്ക് നാണം, ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അയ്യ നാണം, നമ്മൾ ഈ ടോപ്പിക് ക്ലാസ് എടുത്ത കാരണം. അപ്പം ഒരു ഹസ്ബൻഡും വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കല്യാണം നിശ്ചയിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം അടുത്ത് അവർ കല്യാണം കഴിഞ്ഞ് അവരൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും, അല്ലെ? ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പ്രണയമാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് എന്തിന്റെ പ്രണയമാണെന്നറിയാമോ? ശാരീരിക ആസക്തിയാണത്. ശരീരവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ മുകളിലാണ് നമുക്ക് അത്രയും ഒരു എക്സൈറ്റഡ് മൈൻഡ് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യ നാളുകളിലൊക്കെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം സംഭവമായിരിക്കും. ഈ ഹസ്ബൻഡിനെ അങ്ങോട്ടേക്ക് തലയിലെടുത്ത് വെച്ചു, ഇതാ ബിന്ദുമ്മ, തലയിലെടുത്ത് വെച്ച് എന്താ പറയാ, അത് തന്നെ, വേറെ ഒരു ഒന്നുമില്ല. ഏട്ടൻ 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 ഏട്ടൻ. ഇതേ ഏട്ടൻ ഒരു 6 മാസം കഴിയുമ്പോൾ എന്തേ എന്നായി ചോദ്യം. എന്താണ് വേണേ പോയിട്ട് ചോദിച്ചു, നിങ്ങളുടെ അമ്മയില്ലേ, അമ്മയോട് പോയി ചോദിക്കും. അപ്പൊ ഈ ശാരീരിക ആസക്തി എവിടെ പോയി? ആ അന്ന് തുടക്കം നിങ്ങൾ ആഗ്രഹിച്ച ആ സെക്ഷുവൽ ലൈഫ് എവിടെ പോയി? പിന്നെ അതും കഴിഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞ് സ്ത്രീകൾ ഒരു ഡെലിവറിയും കൂടി കഴിഞ്ഞാൽ പിന്നെ ഫുൾ നടുവേദന, കാലുവേദന, കൈവേദന എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പോഴും ഈ സെക്ഷുവൽ അറ്റാച്ച്മെന്റ് വരുന്നില്ല. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആദ്യത്തെ ഒരു 6 മാസം, ഒരു ദാമ്പത്യ ബന്ധത്തിലുണ്ടാവുന്ന 6 മാസം എന്ന് പറയുന്നത് തികച്ചും ഒരു ശാരീരികമായിരിക്കുന്ന ഒരു ആസക്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ആസക്തി തീർന്നാൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിലുള്ള ജീവിതമാണ് ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നീടുള്ളതാണ് ജീവിതം, യഥാർത്ഥ ജീവിതം. ഞാനിങ്ങനെ പത്രമൊക്കെ എടുത്ത് നോക്കുമ്പോഴേ ചിന്തിക്കാറുണ്ട്, ഈ ഒരു എന്താ പറയാ 60-ാം വിവാഹ വാർഷികം, 70-ാം വിവാഹ വാർഷികം, അപ്പൊ അവർ എത്രമാത്രം ശരീരത്തോടുള്ള സ്നേഹത്തെ മാറ്റി നിർത്തിയിട്ടായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാവുക. ശാരീരിക ആസക്തിക്ക് അപ്പുറം, ആ ഒരു സെക്ഷുവൽ ഇൻട്രസ്റ്റിന്റെ അപ്പുറത്തൊരു പ്രണയമുണ്ട്, അല്ലെ? ആ പ്രണയമാണ് ശാശ്വതമായ പ്രണയം എന്ന് പറയുന്നത്. ആ പ്രണയമാണ് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഒരു 6 മാസം ഒരുമിച്ച് കിടന്ന് അങ്ങ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് 7-ാം മാസം വരുമ്പോഴേക്കും അറപ്പും വെറുപ്പോടും കൂടി പരസ്പരം വഴക്കിട്ട് ജീവിക്കുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതം പാടില്ല. മനസ്സിലായില്ലേ? പിന്നീടുള്ളതിനെയാണ് ജീവിതം എന്ന് പറയുന്നത്. ആദ്യത്തെ 6 മാസകാലം ജീവിതമല്ല, ഒരു ഇൻഫാക്ച്വേഷനാണ്, ഒരു ആസക്തിയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു വിരക്തി വരും, ശരീരത്തിനോട് പരസ്പരം വിരക്തി വരും. ഇപ്പം ഓപ്പൺലി പറയുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ അവരാഴ്ചയിൽ ചിലപ്പം 3-4 പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇനി അതല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പം അതിനേക്കാൾ കൗണ്ട് കൂടി വരാം. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പയ്യെ അത് അതിന്റെ ഒരു കൗണ്ട് കുറയും. ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു ബന്ധത്തിന്റെ ആ ഒരു അവരാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ കൗണ്ട് കുറയാൻ തുടങ്ങും. കാരണം എന്താ, നമുക്കൊരു ഇത് വരികയാണ്, ഒരു വിരക്തി വരികയാണ്, അല്ലെ? ഒരു വിരക്തി വരികയാണ്.
അപ്പൊ ഈ ഭൂമിയിലുള്ള നമ്മൾ പറയുന്നത് എന്താണ്, ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് ലൈംഗിക സുഖമാണ് എന്നാണ് പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. അപ്പം അതിൽ പോലും നമുക്കൊരു വിരക്തി വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ ജീവിതത്തിൽ സെക്സിന് പോലും ഒരു പരിമിതിയുണ്ട് അല്ലെ, അതിന് പോലും ഒരു പരിമിതിയുണ്ട്. അപ്പൊ പരിമിതി ഇല്ലാത്ത ഒരു വിഷയം എന്താണ്, ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ്. അതിനൊരിക്കലും ഒരു പരിമിതി വരില്ല. അപ്പോ നമ്മൾ ചിന്തിക്കണം, ഏതൊരു ബന്ധത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് മുകളിലാണ് ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം. മനസ്സിലാവുന്നു? ആ പരിധിക്ക് മുകളിലാണ് ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം. ആ പ്രണയം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചാൽ പിന്നെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വിഷയമല്ല. ഈ ലോകത്തുള്ള ഈ ലൈംഗിക സുഖങ്ങൾക്കൊക്കെ അപ്പുറത്താണ് ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു പ്രണയം. ആ പ്രണയത്തെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. നമ്മൾക്കെല്ലാം പറയാൻ, ഇപ്പം കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ 2 ആഴ്ചക്കാലം ഭാര്യ കഴിച്ചിട്ടേ ഭർത്താവ് കഴിക്കൂ. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു, ഭാര്യ ഭർത്താവിന്റെ കാല് തൊട്ട് എഴുതപ്പം ഭർത്താവ് തിരിച്ചും തൊഴുന്നു. അതൊരു റെസ്പെക്റ്റ് ആണ്, സമ്മതിക്കുന്നു, ഇല്ലെന്നല്ല. പക്ഷേ ആദ്യത്തെ 6 മാസക്കാലം ചേട്ടൻ വന്നിട്ടേ ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാര്യമാരുണ്ട്. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഫുഡ് അവിടെ ഉണ്ട്, എടുത്ത് കഴിച്ചോ എന്ന് പറയും. പിന്നെയും കുറച്ചു കാലം കഴിയുമ്പോൾ എനിക്കിന്ന് വയ്യ, ഞാനൊന്നും ഉണ്ടാക്കില്ല, നിങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയും. പിന്നെ അത് കഴിയുമ്പോൾ ചേട്ടാ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്നു പറയും. പിന്നെ കഴിച്ചോ കുടിച്ചോ എന്ന് പോലും പരസ്പരം അന്വേഷിക്കാണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ബന്ധങ്ങൾ. പക്ഷേ ഭഗവാനുമായിട്ടൊരു ബന്ധം നമ്മൾ പുലർത്തുകയാണെങ്കിൽ എന്നും ആ ബന്ധം പുതുമയോടുകൂടി നിലനിൽക്കും. നമുക്കൊരു ധൈര്യമാണ്, ഒരു വിശ്വാസമാണ്. ആ തിരുനടയിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ചുറ്റിലുള്ളതെല്ലാം മറന്നു പോവുകയാണ്. പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിരിക്കുന്ന സമസ്തവും നമ്മൾ അവിടെ അങ്ങ് കൊട്ടിയിടുകയാണ് ആ തിരുനടയിൽ അല്ലെ. കണ്ണുനീരോടുകൂടി ഇടുന്നവരുണ്ട്, നിശബ്ദമായിട്ടിടുന്നവരുണ്ട്, ഇനി എന്ത് എന്നറിയാതെ ആകുലതയോടുകൂടി മുന്നിലിടുന്നവരുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ബന്ധങ്ങൾക്കും മുകളിലാണ് ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ആ ബന്ധത്തിന് മാത്രമേ ഒരു സുഖമുള്ളൂ. മറ്റേതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെ, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ ഭർത്താവിന്റെ വായിൽ നിന്ന് വരാം, സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ ഭാര്യയുടെ വായിൽ നിന്ന് വരാം. ചിന്തിച്ചു നോക്ക്. ഒരുപാട് വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവരായിരിക്കും. കല്യാണം കഴിഞ്ഞ് 6 7 മാസം കഴിഞ്ഞ പിന്നെ അടിയോടടി പൂരടിയായിരിക്കും. രണ്ടുപേരും കിടക്കുന്നത് ഇങ്ങനെയായിരിക്കും, 2 ധ്രുവങ്ങളിലേക്ക് തിരിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താ പറയാ, ഒരു ബന്ധത്തിലും അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷ വെക്കരുത്. ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധം, ആ ബന്ധത്തിൽ തന്നെ നമ്മൾ അടിയുറച്ച് മുന്നോട്ട് പോവുക. ഇനി ഇതൊന്നും അല്ല എങ്കിൽ ഭർത്താവുമായി നല്ല ബന്ധം പുലർത്താൻ നമ്മൾ സ്ത്രീകൾ എപ്പോഴും ഒന്ന് വായടച്ചാൽ മതി. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി കൊടുത്തിട്ടും കിട്ടുകയാണെങ്കിൽ നമ്മുടെ വിധിയെന്ന് ഓർക്കുക. എന്നിട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോരും, സ്വന്തം വീട്ടിലേക്ക് പോരും. നമ്മൾ പിന്നെ നോക്കണ്ട, അങ്ങനെ കൊണ്ടുപോവാ ജീവിതം. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇത്തരം നിബന്ധനകൾ നമുക്ക് അനുവദിക്കുന്ന സൗജന്യത്തെ ആശ്രയിക്കാൻ പാടില്ല. അനാസക്തിയോടെ വേണം നിബന്ധനകൾ സ്വീകരിക്കാൻ. എന്തെന്നാൽ നിയമാനുസൃതമായിരിക്കുന്ന ഇന്ദ്രിയ സുഖഭോഗങ്ങളും ഒരാളെ വഴിതെറ്റിച്ചെന്ന് വരും. നിയമത്തിലൂടെ കിട്ടുന്ന ഇന്ദ്രിയ സുഖഭോഗങ്ങൾ പോലും ഒരാളെ വഴിതെറ്റിക്കും. അറിയാമോ? ഉറപ്പായിട്ടും വഴിതെറ്റിക്കും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ ജീവിതം തുടങ്ങുന്ന സമയത്ത് അമ്മായിയമ്മയും അമ്മായിയച്ഛനും എല്ലാവരുമായിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ കല്യാണം കഴിച്ചു, ഭാര്യയും ഭർത്താവും കുട്ടിയൊക്കെ, ഞങ്ങൾ വേറെ പോയി താമസിക്കാൻ പറയും. വേറെ പോയി താമസിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ജോലിക്ക് പോകും, ഭാര്യയും ജോലിക്ക് പോകും. പിന്നെ ഒരു അത്യാവശ്യത്തിന് ഭർത്താവ് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യ എടുക്കത്തില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ജോലിക്ക് പോകുന്നുണ്ട്, എനിക്കും എൻ്റെതായ കുറെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറയുന്ന ഭാര്യമാരുണ്ട്. നിങ്ങൾക്ക് ചായയും കറി ഉണ്ടാക്കി തരില്ലല്ലോ എൻ്റെ ജോലി എന്ന് പറയുന്ന ഭാര്യമാരുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് എന്താ പറയുക, നിയമത്തിന്റെ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ജീവിതം, ആ ജീവിതത്തിൽ പോലും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയാണ്. അപ്പൊ ആ സ്വാതന്ത്ര്യത്തെ ഒന്നും നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്. കുടുംബമായി ജീവിക്കാൻ പറ്റുന്ന കാലങ്ങൾ അത്രയും കുടുംബമായി തന്നെ ജീവിക്കുക. അതിൽ നിന്ന് വേർപിരിഞ്ഞ് പോകണം എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മളെ കാത്ത് എപ്പോഴാണ് എന്ത് അസുഖങ്ങളാണ് വരാനിരിക്കണേന്ന് അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്ക് എന്ത് അസുഖം നമ്മളെ കാത്ത് വരും എന്നുള്ളത്. ഉദാഹരണത്തിന് രാജവീതികളിൽ പോലും വാഹനാപകടം സംഭവിക്കുന്നുണ്ടല്ലോ. എത്ര ശ്രദ്ധാപൂർവം സൂക്ഷിച്ചു പോരുന്ന രാജവീതിയിൽ വെച്ചും അപകടമുണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. നമ്മൾ പോകുന്ന വഴി എത്ര രാജകീയമായ വഴിയാണെങ്കിലും അപകടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, മുന്നിലും പിന്നിലും അപകടങ്ങളുണ്ട്.
നമ്മൾ അപകടത്തിൽപ്പെട്ടാൽ നമ്മളെ സംരക്ഷിക്കാനും എന്താ ഏതാന്ന് പറയാനും ചോദിക്കാനും കുടുംബങ്ങളെക്കാൾ വലുതായിട്ട് ആരും ഇല്ലെന്നേ. അപ്പൊ കഴിയുന്നതും കുടുംബമായിട്ട് തന്നെ ജീവിക്കുക, കൂട്ടുകുടുംബമായിട്ട് തന്നെ ജീവിക്കുക. കൂട്ടുകുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു വരണം എന്നൊരാഗ്രഹവും ആസക്തി ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? വിവാഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, ഇല്ലാന്നല്ല. പക്ഷെ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിക്ക് വേറൊരു അർത്ഥം ഉണ്ടാവരുത്. അമ്മയും അച്ഛനും അവിടെ, മക്കൾ ഇവിടെ, അങ്ങനെ പാടില്ല. ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച്. ഇനി ചിലപ്പം ഭർത്താവ് വിദേശത്താവാം, ഉടനെ ഭാര്യ മൂടും തട്ടി സ്വന്തം വീട്ടിൽ പോയി കിടന്നിട്ട് ഇവിടെ പ്രായമുള്ള അച്ഛനെയും അമ്മേനെയും തനിച്ചിട്ടേക്കുന്നു. അതൊക്കെ എന്തൊരു മോശമാണ്, അതൊക്കെ തെറ്റല്ലേ? ആ വീട്ടിൽ നിന്നുകൊണ്ട് അവരെ ശുശ്രൂഷിച്ച് ജീവിക്കുക. അങ്ങനെ 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 ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ. എത്രയോ കാലമായിട്ട് ഭൗതികതാ സമ്പർക്കം മൂലം നിലനിന്ന് പോരുന്നതാണ് ഇന്ദ്രിയ സുഖങ്ങളിലുള്ള ആസക്തി. എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ് അല്ലേ? ഈ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഭൗതികമായ ഇഷ്ടമാണ്, ആത്മീയമായ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇന്ദ്രിയ സുഖത്തിന് നിയന്ത്രണം വരുത്തിയാലും പതനത്തിന് സാധ്യതകൾ ഏറെയുണ്ട്. നമ്മളിപ്പോ ഇന്ദ്രിയ സുഖങ്ങൾ നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ പോലും നമ്മൾ നശിച്ചു പോകാൻ വഴിയുണ്ട്. ഇന്ദ്രിയ സുഖങ്ങളെല്ലാം നിർത്തിയിട്ട് ആത്മീയമായിട്ട് ഭഗവാനെ എന്ന് പറഞ്ഞ് ജീവിക്കുവാണെങ്കിൽ നമ്മൾ നശിക്കില്ല, ഒരിക്കലും നശിക്കില്ല. തീർച്ചയായിട്ടും പഴയ കാലത്തിലെ കൂട്ടുകുടുംബത്തിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു. ഇന്ന കാലത്ത് അതൊന്നും ഇല്ല. ഇന്നെല്ലാം ഒരു മൊബൈലിന്റെയും വാട്സപ്പിന്റെയും കൈവിരലിന്റെ തുമ്പിലായി. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മളൊന്ന് സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ, കുടുംബങ്ങളൊന്നും ശിഥിലമാവാതെ ജീവിക്കുകയാണെങ്കിൽ എത്ര സന്തോഷം ഉണ്ടാവും, എത്ര സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ. കൃഷ്ണാവബോധത്തോടുള്ള ആസക്തി അഥവാ പ്രേമപൂർവമായിരിക്കുന്ന ഭഗവത് സേവനം ഒരാളെ ഏത് വിധത്തിലുള്ള വൈഷയിക പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു. കൃഷ്ണാവബോധത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എന്തൊരു പ്രശ്നത്തിൽ നിന്നും നമ്മൾ പുറത്തു വരും, ഏത് രീതിയിലും നമ്മൾ പുറത്തു വരും. പിന്നെന്താ പറയുന്നത്? നമ്മൾ ആരും ജീവിതത്തിന്റെ ഏതൊരവസ്ഥ, നമ്മുടെ ജീവിതത്തിൽ എന്തവസ്ഥ വന്നാലും ശരി, എന്ത് ഗതികെട്ട അവസ്ഥ വന്നാലും ശരി, കൃഷ്ണാവബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരരുത്. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് വിളിച്ച് സംസാരിച്ചു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു മാതാജി, ഞാൻ ഒരുപാട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തുലാഭാരം എല്ലാം നടത്തി കുറേ വർഷങ്ങളായിട്ട് ഞാൻ ജപിക്കാൻ തുടങ്ങി, എന്നിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടിയില്ല, ഇനി ഞാൻ അതൊക്കെ നിർത്താൻ പോവാണെന്ന്. ആലോചിച്ച് നോക്കിക്കേ, ഇനി അതൊക്കെ ഞാൻ നിർത്താൻ പോവാന്ന്. എന്തർത്ഥമുണ്ട് ഇത്രയും നാൾ ചെയ്തതിന്? ഞാൻ പറഞ്ഞു, നമ്മുടെ കണ്ണിലൂടെ കാണുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. പക്ഷെ നമ്മുടെ കണ്ണിലൂടെ കാണാത്ത നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഭഗവാൻ അത് മാറ്റി തന്നതാണ്, നമ്മൾ അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. മനസ്സിലായി? നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിയുന്നതിനേക്കാളും മുന്നേ ഭഗവാൻ അത് നമ്മളിൽ നിന്ന് തട്ടി മാറ്റി. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാനുള്ള 100%-ൽ 1% നമ്മളിവിടെ അനുഭവിക്കുന്നുള്ളൂ. 90% ഭഗവാൻ നമ്മളിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. ആ ഭഗവാന് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, മരുമോള് നോക്കാത്തതോ, മകള് നോക്കാത്തതോ, മകൻ നോക്കാത്തതോ, മരുമകൻ നോക്കാത്തതോ, അപമാനിക്കപ്പെട്ടതോ, ഒറ്റപ്പെട്ടതോ, വേദനിച്ചതോ, തെറിയേട്ടതോ, തല്ലിയതോ, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, കൃഷ്ണാവബോധത്തിൽ നിന്ന് പോവരുത്. കാരണം 90% ഭഗവാൻ നമ്മളിൽ നിന്ന് മാറ്റി തന്നിരിക്കുകയാണ് പ്രശ്നങ്ങൾ. 1% നമ്മൾ ഈ കിടന്ന ചക്രശ്വാസം വലിക്കുന്നത്. ആ 1% നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലം നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ജീവിക്കുന്നത്? ആ വേദനയിലൂടെയാണ് നമ്മൾ ഭഗവാനെ അറിഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ അറിവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പാഠങ്ങളാക്കി മാറ്റുക. പാഠങ്ങളാക്കി മാറ്റി ഭഗവാനുമായിട്ട് ആത്മബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ. കൃഷ്ണാവബോധത്തിന്റെ ഉന്നത തലം പൂകലാണ് എല്ലാത്തരം വിഷയ വിരക്തിയുടെയും ഉദ്ദേശം. കൃഷ്ണാവബോധത്തിലേക്ക് നമ്മൾ ഉയരുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് ഒരു അകൽച്ച വരും. എല്ലാ പ്രയാസങ്ങളും മാറി ഭഗവാൻ നമുക്കൊരു സ്വസ്ഥത തരും, ഒരു സമാധാനം തരും. മനസ്സിലാവുന്നുണ്ടോ? കൃഷ്ണാവബോധം പാതിയിലിട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വീണ്ടും ഒന്നേന്ന് പറഞ്ഞ ദുരിതത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ഭഗവാൻ തരാതെ മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വീണ്ടും നമ്മൾ അനുഭവിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ പ്രയാസങ്ങളും വീണ്ടും അനുഭവിക്കേണ്ടി വരും. അപ്പം അങ്ങനെ നമ്മൾ കൂടുതൽ അനുഭവിക്കാനുള്ളൊരു സാഹചര്യം വേണ്ട. നമുക്കെന്നും ഭഗവാനുമായിട്ട് അടുത്ത് ജീവിച്ചാൽ മതി. ആ ജീവിതം മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. അല്ലാതെ ജീവിക്കുകയാണെങ്കിൽ അതിലൊരു ശാശ്വതമായൊരവസ്ഥയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി വൈകിട്ട് നമുക്ക് മഹാഭാരതമായിട്ട് കാണാം. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കാനുണ്ടെങ്കിൽ 4 മണിക്ക് ശേഷം വിളിക്കൂ കേട്ടോ. കാരണം 4 മണി വരേക്കും ഞാനിവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ബിന്ദുമ്മയായിരിക്കും എടുക്കുന്നത്. അപ്പം ഞാനൊന്ന് പോയിട്ട് വരാം. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ സനി ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നന്നായിരിക്കുക, സന്തോഷമായിരിക്കുക. ഫുഡൊക്കെ റെഡിയായെന്ന് വിചാരിക്കുന്നു. കഴിച്ചോളൂ. കഴിച്ച് സന്തോഷമായിട്ട് റെസ്റ്റ് എടുക്കൂ കേട്ടോ. ഹരേ കൃഷ്ണ.